അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു ദൈവം എന്തിനാണ് ഈ കഷ്ടപ്പാടിൻ്റെ ദുരിതപർവങ്ങളുടെ വഴി തിരഞ്ഞെടുത്തതെന്നത് ചിന്തനീയമാണ്. കർത്താവിന് 100 വഴികൾ വേറെ ഉണ്ടായിരുന്നു. അങ്ങ് ആകാശത്തിരുന്ന് ഒന്ന് ഞൊട്ട പൊട്ടിച്ച, അല്ലെങ്കിൽ ഒന്ന് കൈ അനക്കിയാൽ എല്ലാം ശരിയാവട്ടെ എന്ന് ഒരു വാക്കരുളി ചെയ്താൽ ഈ ലോകം രക്ഷപ്പെടും, മനുഷ്യകുലം വീണ്ടെടുക്കപ്പെടും. പക്ഷെ ദൈവം തിരഞ്ഞെടുത്തത് കുടുംബജീവിതമാണ്. സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് വന്ന് സൃഷ്ടിയായ തൻ്റെ പ്രിയപ്പെട്ടവളുടെ ഉദരത്തിൽ ചുരുണ്ടുകൂടി കിടന്ന് മാനുഷികമായ എല്ലാ അവസ്ഥാന്തരങ്ങളിലൂടെയും കടന്നുപോയി അവൻ മനുഷ്യകുലത്തെ വീണ്ടെടുത്ത് എന്നാണ് നമ്മുടെ വിശ്വാസം. കർത്താവ് ഒരു കുടുംബത്തിൽ ജനിച്ച് മാതാപിതാക്കളുടെ ശിക്ഷണത്തിലും സംരക്ഷണത്തിലും അവൻ വളർന്ന് നസ്രത്തിൻ്റെ വീട്ടിൽ അവൻ കഠിനമായിട്ട് അധ്വാനിച്ച് തച്ചൻ്റെ മകനെന്ന് വിളിക്കപ്പെടുന്നതിൽ, തച്ചനെന്ന് അറിയപ്പെടുന്നതിൽ അവൻ അഭിമാനം കൊണ്ട് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നതിൽ അവനൊരു മടിയുണ്ടായിരുന്നില്ല. അവൻ ജീവിച്ചിരുന്ന കാലത്ത് എത്രയോ കുടുംബങ്ങളിലാണ് വചന ശുശ്രൂഷ നടത്തിയത്. എത്ര കുടുംബങ്ങളിലാണ് അവൻ സൗഖ്യ ശുശ്രൂഷ നടത്തിയത്. എത്ര കുടുംബങ്ങളെയാണ് അവൻ ആശ്വസിപ്പിച്ചത്. അവൻ്റെ ആദ്യത്തെ അത്ഭുതം തന്നെ ഒരു കുടുംബ പശ്ചാത്തലത്തിലാണ്, ഒരു വിവാഹവേളയിലാണ്. അത്രമാത്രം കുടുംബത്തെ പ്രണയിച്ചവനാണ് നമ്മൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തു. മരിക്കാൻ സമയത്ത് അല്ലെങ്കിൽ പരസ്യ ജീവിതകാലത്ത് ചില കുടുംബങ്ങളിൽ അവൻ ആഘോഷമായി വിരുന്നുണ്ണാൻ ചെന്ന് മത്തായിയുടെ വീട്ടിൽ പോയി, സക്കേവൂസിൻ്റെ വീട്ടിൽ പോയി, കുഷ്ഠരോഗിയായിരുന്ന ശമയോൻ്റെ വീട്ടിൽ പോയി, ലാസറിൻ്റെ വീട്ടിൽ സ്ഥിരം പോക്കുണ്ടായിരുന്നു. എത്ര കുടുംബങ്ങളിലാണ് അവൻ അതിഥിയായത്. വന്നു പോയി കഴിഞ്ഞാൽ അവൻ പോകരുതെന്ന് കൊതിച്ച കുടുംബങ്ങൾ നിരവധിയാണ്. അവസാന സമയത്ത് കുരിശിൽ കിടക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട അമ്മ, ശ്രേഷ്ഠ ശിഷ്യൻ അടുത്തടുത്ത് നിൽക്കണ കണ്ടപ്പോൾ അവൻ മറിയത്തോട് പറഞ്ഞ്, മേരി നിൻ്റെ മോൻ. അത് കഴിഞ്ഞ് അവൻ യോഹന്നാനോട് പറഞ്ഞ്, ജോൺ നിൻ്റെ അമ്മ. ബൈബിളിൽ നമ്മൾ വായിക്കും, ആ നിമിഷം തന്നെ യോഹന്നാൻ മറിയത്തെ അവൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഗുരു പറഞ്ഞത് എന്തെന്ന് യോഹന്നാന് മനസ്സിലായി. എൻ്റെ അമ്മയുടെ കാര്യം നോക്കിക്കൊള്ളണം, അവളെ വീട്ടിൽ കൊണ്ടുപോകണം. അതുകൊണ്ടാണ് പറഞ്ഞ് നാക്കെടുക്കും മുമ്പ് യോഹന്നാൻ അത് നിശ്ചയിച്ചുറച്ചത്, മറിയത്തെ വീട്ടിൽ കൊണ്ടുപോകണം. പ്രിയപ്പെട്ടവരെ, ഇത്രമാത്രം കുടുംബത്തെ സ്നേഹിച്ച ക്രിസ്തു ഇത്രമാത്രം കുടുംബത്തെ തൻ്റെ ശുശ്രൂഷയുടെ ഭാഗമാക്കിയവൻ, അത്രമേൽ കുടുംബത്തെക്കുറിച്ച് സ്വപ്നം കണ്ടവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വാചകം പറഞ്ഞത്? എനിക്ക് ഏറ്റവും കൂടുതൽ വേദനയുണ്ടായത് എൻ്റെ നാട്ടിലാണ്, എൻ്റെ കൂടപ്പിറപ്പുക്കളുടെ ഇടയിലാണ്, എൻ്റെ വീട്ടിലാണ്. കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ പറയണത്. ഈശോ പറഞ്ഞത് അങ്ങനെയാണ്, എടാ, ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന സ്ഥലം അവൻ്റെ വീടാണ്. വീട് ഒരാളെ സന്തോഷിപ്പിക്കുന്നത് പോലെ ഈ ലോകത്ത് ഒരു സ്ഥലവും ഒരാളെയും സന്തോഷിപ്പിക്കില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഏത് ദുനിയാവിൽ പോയാലും സന്ധ്യ ആവുമ്പോൾ വീട്ടിൽ കയറാൻ കൊതിക്കാത്തവർ ആരാ ഉള്ളത്? പണ്ടത്തെ പോലെയൊന്നും അല്ല ഇപ്പോൾ. പണ്ടൊക്കെ ഇങ്ങനെ തെണ്ടിപ്പറക്കി നടക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. എവിടെയെങ്കിലും പെരുന്നാളോ തിരുനാളോ എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ ബന്ധുവീട്ടിലൊക്കെ കല്യാണം അല്ലെങ്കിൽ വീട് വെഞ്ചിരിപ്പ് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടാകുമ്പോൾ പെട്ടിയും പ്രമാണമൊക്കെ ആയിട്ടാണ് എല്ലാവരും പോയിക്കൊണ്ടിരുന്നത്. അതൊരു കാലം. ഇപ്പം അങ്ങനെയല്ല. എത്ര ദൂരെ എന്ത് പരിപാടിക്ക് പോയാലും
വൈകുന്നേരമാകുമ്പോൾ കുറ്റിയും പറിച്ച് അവനവൻ്റെ കുടുംബത്ത് വന്ന് കയറാനാണ് എല്ലാവർക്കും ഇഷ്ടം. ഏത് 5 സ്റ്റാർ ഹോട്ടലിൽ കിടന്നാലും ചില ആത്മാക്കൾക്ക് ഉറക്കം വരില്ല. അവനവൻ്റെ കട്ടിലെ തന്നെ കിടക്കണം. ചില കാരണവന്മാരങ്ങനെയുണ്ട്. അവനവൻ്റെ ബെഡിൽ, നല്ല ബെഡായിട്ടൊന്നുമല്ല, നിറച്ച് ഉന്തും മുഴയൊക്കെയാണ്, എന്നാലും ആ കട്ടിലുമ്മ കിടന്നാലാ നമുക്ക് ഉറക്കം വരുള്ളൂ. ഒരു ഇടിവെട്ട് തലോണയുണ്ട് വീട്ടിൽ, ഭയാനകമായ ദുർഗന്ധമാണ് അതുമെന്ന് വരാറ്. കാരണം ഈ രാത്രി ഒഴുകണതൊക്കെ അതുമ്മയാണ് പിടിക്കണത്. വൃത്തിയായിട്ടൊരു നാറ്റമുണ്ട് അതിന്. എന്നാൽ അതിൻ്റെ ഉള്ളിലേക്ക് മൂക്ക് തിരികെ വെച്ച് കിടന്നാലാ ചിലർക്ക് ഉറക്കം വരുള്ളൂ, സ്വപ്നം കാണാൻ പറ്റുള്ളൂ. ഒരു തോർത്തുകൊണ്ടുണ്ട് വീട്ടിൽ. തോർത്താത്ത സമയത്ത് കുത്തി പിടിച്ച് നടക്കാവുന്ന പരുവത്തിലൊരു തോർത്തുണ്ട്. അതിനുണ്ട് മെനകെട്ടൊരു മണം. എന്നാൽ അത് വെച്ച് തുടച്ചാലാ ചിലർക്ക് തലമുടിയിലെ വെള്ളം പോവുള്ളൂ. അവനവൻ്റെ മേശപ്പുറത്തിരുന്ന് ചോറുണ്ണണം, അവനവൻ്റെ ചട്ടിയും കലവും തന്നെ കിട്ടണം. അങ്ങനെ ശാഠ്യം പിടിക്കുന്ന എത്രയോ മനുഷ്യരാണ് നമ്മുടെ ഇടയിലുള്ളത്. അച്ഛൻ പറഞ്ഞു വന്നത്, കുടുംബം എന്ന് പറയുന്നത് നമുക്ക് അത്രമാത്രം പ്രിയപ്പെട്ടതാണ്. കുടുംബം ഒരുത്തനെ സന്തോഷിപ്പിക്കുന്നത് പോലെ, കുടുംബം ഒരുത്തനെ ആനന്ദിപ്പിക്കുന്നത് പോലെ ഈ ലോകത്ത് വേറെ ഒരു സ്ഥലവും ആരെയും സന്തോഷിപ്പിക്കില്ല. ഫോറിനിലൊക്കെ പോണവരോട് ചോദിച്ചു നോക്ക്, ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാണ്? അവർക്കവിടെ സുഖസൗകര്യങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. എന്നാലും നാട്ടിൽ വരണം. ഈ കുണ്ടും കുഴിയുള്ള റോട്ടിൽ കൂടെ ഞാനിന്നിപ്പോൾ ഇങ്ങോട്ട് വന്ന വഴി ഗംഭീര വഴിയാണ്. പന്നിത്തടോ, ആ പേര് കേട്ടപ്പോഴേ എനിക്ക് എന്തോ അസ്വസ്ഥത തോന്നി. ആ വഴിയിലൂടെയൊക്കെയാണ് ഞാൻ വന്നത്. ചെന്ന് നാളെ ഒരു ദിവസം ഒഴിയണം എന്നാണ് അവസ്ഥ. ഭീകരമായ റോഡായിരുന്നു. പിന്നെ കർത്താവ് പറഞ്ഞു, സ്വർഗത്തിലേക്കുള്ള വഴി വല്ലാണ്ട് കഷ്ടപ്പെട്ടതാണ്. അപ്പോൾ സ്വർഗമാണ് ഞാൻ എത്താനുള്ള സ്ഥലമെന്ന് ധ്യാനിച്ച് ഞാനങ്ങനെ പ്രാർത്ഥിച്ചിങ്ങ് പോന്നു. ഈ കുണ്ടും കുഴിക്കോടെയൊക്കെ ഒന്ന് വണ്ടി ഓടിച്ചാലാ എല്ലാ ഫോറിൻകാർക്കും ഒരു സന്തോഷമുള്ളൂ. എല്ലാവരും അങ്ങനെ പറയാം. അടുത്ത കാലത്ത് ദൂരെ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞ്, അച്ഛാ നാട്ടിൽ പോകാനൊരു സമയമായി. ഞാൻ പറഞ്ഞു, എന്നാൽ വേഗം പോ. എന്തപ്പോൾ നാട്ടിൽ പോയിട്ട് അത്യാവശ്യം? വേറെ ഒന്നുമില്ല അച്ഛാ, നാട്ടിൽ പോയി വണ്ടി ഓടിക്കണം, കാർ ഓടിക്കണം. ഞാൻ ചോദിച്ചു, അതെന്തിനാണ്? ഇവിടെ യൂറോപ്പിൽ അമേരിക്കയിലൊക്കെ കാർ ഓടിക്കണ സുഖം നമ്മുടെ കേരളത്തിലെ റോഡിനുണ്ടോ? തനിക്ക് ഭ്രാന്തുണ്ടോ? എൻ്റെ അച്ഛാ, ഇവിടെ എന്തൊക്കെ നിയമങ്ങളാ. ഇടത്തോട്ട് തിരിയാൻ പാടില്ല, വലത്തോട്ട് തിരിയാൻ പാടില്ല, ഹോൺ അടിക്കാൻ പാടില്ല, ലൈറ്റ് ഇടാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ അച്ഛാ. വലത്തോട്ട് വേണമെങ്കിൽ വലത്തോട്ട് പോവാം, ഇടത്തോട്ട് വേണമെങ്കിൽ ഇടത്തോട്ട് പോവാം, ഫുട്പാത്തിൽ കൂടെ വേണമെങ്കിൽ കയറി ഓടിക്കാം, ഹോൺ എന്തോരം വേണമെങ്കിൽ അടിക്കാം, ലൈറ്റ് ഇട്ട് ആരുടെ കണ്ണും പൊട്ടിക്കാം. അതൊരു ത്രില്ലല്ലേ അച്ഛാ? ഞാൻ അതിനു വേണ്ടി മാത്രമാണ് ലീവ് എടുത്ത് നാട്ടിൽ പോണത്. കാർ ഓടിക്കാൻ നാട്ടിൽ വന്ന മനുഷ്യരാണ്. നാട് വല്ലാണ്ട് പ്രിയപ്പെട്ടാണ്. ആരോട് പാട്ട് പാടാൻ പറഞ്ഞാലും ആൾക്കാർ പാട്ട് പാടും. നാളികേരത്തിൻ്റെ നാട്ടിൽ എനിക്കൊരു നാഴി അടങ്ങഴി മണ്ണുണ്ട്. ആ പാട്ടാണ് എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് തരണ പാട്ട്. അച്ഛൻ പറഞ്ഞു വന്നത്, ഈശോ പറഞ്ഞത് അങ്ങനെയാണ്. ഒരു മനുഷ്യനെ അവൻ്റെ വീട് സന്തോഷിപ്പിക്കുന്നത് പോലെ, അവൻ്റെ കുടുംബം ആനന്ദിപ്പിക്കുന്നത് പോലെ ഈ ലോകത്ത് വേറെ ഒരിടവും ആനന്ദിപ്പിക്കില്ല. കോയമ്പത്തൂർ, ബാംഗ്ലൂരൊക്കെ നഴ്സിംഗ് പഠിക്കാൻ പോണ പെങ്കൊച്ചങ്ങൾ എന്ത് സ്റ്റൈലിൽ സന്തോഷത്തിലൊക്കെയാണെന്നറിയോ ഇവിടുന്ന് പോണത്. ബാംഗ്ലൂർക്കുള്ള വഴിയിൽ കോയമ്പത്തൂർ എത്തുമ്പോൾ അവൾ ചുരിദാറ് മാറ്റി ജീൻസും ടോപ്പാക്കും. തീവണ്ടി തന്നെ ഇരുന്നു. ഈ ഉള്ളവൻ കണ്ടിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിൻ്റെ, ഡീക്കം പറഞ്ഞ പോലെ സ്വാതന്ത്ര്യത്തിൻ്റെ ലോകത്തിലേക്കുള്ള യാത്രയാണ്. ഇവിടുന്ന് എല്ലാം ഉപേക്ഷിച്ച് അപ്പൻ്റെ അമ്മയുടെയും വഴക്കിൽ നിന്നും ശല്യത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് തങ്കപ്പെട്ട മക്കൾ ബാംഗ്ലൂർ ചെല്ലും. ആദ്യത്തെ വെള്ളിയാഴ്ച വീട്ടിലേക്ക് ഫോൺ വരും, അമ്മേ നാളെ വെള്ളിയാഴ്ചയാണ്. മോളെ ഇവിടെയും വെള്ളിയാഴ്ചയാണ്. അല്ല അമ്മേ മറ്റൊന്ന് ശനിയാഴ്ചയാണ്. മോളെ ഇവിടെയും ശനിയാഴ്ചയാണ്. അമ്മേ പിറ്റേന്ന് ഞായറാഴ്ചയാണ്. മോളെ ഇവിടെയും ഞായറാഴ്ചയാണ്. എന്താ പ്രശ്നം? അമ്മ 2 ദിവസം ക്ലാസ്സില്ല അമ്മേ.
ഓ ഞാനങ്ങോട്ട് വന്നോട്ടെ. അല്ലാമേ പച്ചരി ചോറ് തിന്ന് ചത്ത്. ഈ തമിഴൻ്റെ സാമ്പാറിന് ഒരു രസമില്ലമ്മേ. ഇവിടെ ഉള്ളപ്പോൾ ചിക്കൻ ലെഗ് ഇല്ലെങ്കിൽ ചോറിറങ്ങാത്തവളാണ്. അവിടെ ചെന്നപ്പോൾ സാമ്പാർ പോലും പറ്റണില്ലെന്ന് പറയണേ. തിന്നാത്ത പെണ്ണിനെ വെക്കാത്ത പെരയിൽ പാർപ്പിക്കണമെന്ന് കാരണവന്മാർ പറയും. വീട്ടിൽ നിന്ന് പോകുമ്പോഴാണ് വീടിൻ്റെ മഹത്വം മനസ്സിലാവുള്ളത്. വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് വഴക്ക് പറയാൻ ആരുമില്ലല്ലോ എന്ന സങ്കടം ബാക്കി വരുള്ളൂ. വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് കുടുംബത്തിൽ അനുഭവിച്ച സ്വാതന്ത്ര്യം എത്ര ഗംഭീരമാണെന്ന് തിരിച്ചറിയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്, വീട് സന്തോഷിപ്പിക്കണ പോലെ ഒരിടവും ഒരാളെയും സന്തോഷിപ്പിക്കില്ല. എന്നിട്ട് എൻ്റെ ഈശോ എന്നോട് പറഞ്ഞ്, നിനക്കറിയാമോ, വീട് ഒരുത്തനെ സങ്കടപ്പെടുത്തുന്നത് പോലെ ഈ ലോകത്ത് ഒരിടവും ഒരാളെയും സങ്കടപ്പെടുത്തില്ല. ഞാൻ ഞെട്ടിപ്പോയി. കർത്താവ് പറഞ്ഞതാ, ജീവിതത്തിൽ ഒരിക്കലും ഓർമ്മിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന വേദന, സ്വപ്നത്തിൽ പോലും കടന്നു വരരുതെന്ന് കൊതിക്കുന്ന നൊമ്പരം നമുക്ക് തന്നത് വേറെ ആരുമല്ല, ഉമ്പടെ വീടാണ്. ആലോചിച്ച് നോക്ക്. കൂടപ്പറപ്പുകൾ പണിത പോലെ ഒരു കൂട്ടുകാരനും പറഞ്ഞിട്ടില്ല. അയൽപ്പക്കക്കാർ ചതിച്ച പോലെ ഒരു നാട്ടുകാരനും ചതിച്ചിട്ടില്ല. സ്വന്തം വീട്ടിലുള്ളവർ വേദനിപ്പിച്ച പോലെ ഈ ലോകത്ത് ആരും വേദനിപ്പിച്ചിട്ടില്ല. ഈശോ പറഞ്ഞു, എന്നെക്കുറിച്ച് പലരും പലതും പറഞ്ഞു. ചിലർ പറഞ്ഞു പാപികളുടെ സ്നേഹിതൻ, വേറെ ചിലർ പറഞ്ഞു വേശ്യകളുടെ കൂട്ടുകാരൻ, മറ്റു ചിലർ പറഞ്ഞു തീറ്റപ്രിയൻ, വേറെ ചിലർ പറഞ്ഞു വീഞ്ഞുകുടിയൻ, മറ്റു ചിലർ പറഞ്ഞു പിശാച് ബാധിച്ചവൻ, ഇനിയും വേറെ ചിലർ പറഞ്ഞു ബെൽസബൂലിനെ കൊണ്ട് പണിയെടുക്കണവൻ. പലരും പലതും പറഞ്ഞു. പക്ഷെ നിനക്കറിയാമോ, എൻ്റെ വീട്ടുകാരാണ് പറഞ്ഞത്, എൻ്റെ സ്വന്തക്കാരും ബന്ധുക്കളാ പറഞ്ഞത് എനിക്ക് ഭ്രാന്താന്ന്. മർക്കോസിൻ്റെ സുവിശേഷം 3:31. അവൻ്റെ സഹോദരങ്ങൾ, അവൻ്റെ ബന്ധുക്കൾ അവനെ പിടിച്ചുകൊണ്ടുപോകാൻ പുറപ്പെട്ട്. കാരണം അവർ പറഞ്ഞ് അവൻ്റെ സമനില തെറ്റിയേക്കണ്, അവന് വട്ടണെന്ന്. കർത്താവ് പറഞ്ഞു, സ്വന്തം കുടുംബം ഒരുത്തനെ വേദനിപ്പിക്കുന്നത് പോലെ വേറെ ഒരിടവും ഒരുത്തനെയും വേദനിപ്പിക്കണില്ല. സ്വന്തം വീട് ഒരുത്തനെ സന്തോഷിപ്പിക്കണ പോലെ ഒരിടവും ഒരുത്തനെയും സന്തോഷിപ്പിക്കുന്നുമില്ല. അതുകൊണ്ട് എൻ്റെ വാത്സല്യമുള്ളവരെ, കർത്താവാണ് പറഞ്ഞത്. എനിക്ക് വല്ലാണ്ട് നൊന്ത്, എനിക്ക് വല്ലാണ്ട് വേദനിച്ച്, എൻ്റെ നാട്ടിൽ, എൻ്റെ വീട്ടിൽ, എൻ്റെ ബന്ധുജനങ്ങളുടെ ഇടയിൽ കർത്താവിൻ്റെ അനുഭവം അതാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഒട്ടേറെ വേദനകളും വിഷമങ്ങളും അതോടൊപ്പം സന്തോഷങ്ങളും സമൃദ്ധികളും കുടുംബത്തിൽ നിന്ന് ഉണ്ടാകും. ദൈവത്തിന് നമ്മൾ നന്ദി പറയണം. സന്തോഷവും സൗഭാഗ്യവും കുടുംബത്തിൽ നിന്ന് കൈപ്പറ്റുന്നത് പോലെ അത് സമ്മാനിക്കുന്ന വേദനകളും നൊമ്പരങ്ങളും സന്തോഷത്തോടെ സ്വീകരിക്കാനും നമുക്ക് കർത്താവിൻ്റെ കൃപ കിട്ടണം. കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്ത അതാണ്. ഒത്തിരി സന്തോഷങ്ങളുണ്ട്, ഒത്തിരി സൗഭാഗ്യങ്ങളുണ്ട്, അതോടൊപ്പം ചിലപ്പോഴൊക്കെ വല്ലാണ്ട് വേദനിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന അനുഭവങ്ങളുമുണ്ട്. ഈ ക്രിസ്മസ് കാലം നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള കാലമാണ്. കുടുംബം എന്തായിരിക്കണമെന്ന്, എങ്ങനെ ആയിരിക്കരുതെന്ന് നമ്മോട് സംസാരിക്കുന്ന കാലം. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ കുടുംബത്തിൽ സന്തോഷമുണ്ടോ, നമ്മുടെ കുടുംബത്തിൽ ദുഃഖമുണ്ടോ, നമ്മുടെ കുടുംബത്തിൽ അസ്വസ്ഥതകളുണ്ടോ, നമ്മുടെ കുടുംബത്തിൽ സമാധാനമുണ്ടോ. അറിയാൻ പാടില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഇപ്പം മഞ്ഞളി അച്ഛനെ പോലെ ഒരാൾ വന്ന് നിങ്ങളോട് കുടുംബത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങളിതൊക്കെ അനുഭവിച്ചും ആസ്വദിച്ചും ജീവിക്കണവരാണ്. നടത്തവും ഇരിപ്പും ഒക്കെ കണ്ടാൽ തോന്നും ഒന്നും അറിയാൻ പാടില്ല, എല്ലാം ക്ലീനാണെന്നാണ്. ഈ പള്ളിയിൽ ചില ആത്മാക്കൾ ഞായറാഴ്ച കുർബാനയ്ക്കൊക്കെ വരും, ബലിയർപ്പണത്തിന്. വലിയ കാറിലൊക്കെയാണ് ഇവർ വരണത്. ഒരു സൈഡിൽ കൂടെ ഭർത്താവ് ഇറങ്ങും, മറ്റേ സൈഡിൽ കൂടെ ഭാര്യ ഇറങ്ങും. കെട്ടിയോൻ ഹായ്,
കെട്ടിയോള് ഹോയ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ത്രില്ലിലാ പള്ളിയിലേക്ക് കയറണേ. ഈ പാവ അച്ഛന് കൊതിയാവാറുണ്ട്. എന്തൊരു നല്ല മനുഷ്യർ, സുന്ദരമായ കുടുംബം. കർത്താവ് നീ മുമ്പ് ഇതൊന്നും അനുവദിച്ചില്ലല്ല. ഞാൻ ചിലപ്പോൾ സങ്കടപ്പെടും. എന്തൊരു മനോഹരമായ കുടുംബമാണ്. ഞാൻ തിരുവസ്ത്രം ധരിക്കുന്ന സമയത്ത് കപ്പ്യാരോട് പറയും, ആ ചേട്ടനെയും ചേച്ചീനെയും കണ്ടിട്ട് സന്തോഷമായിട്ടാ എൻ്റെ പൊന്ന് കപ്പ്യാരേട്ടാ, എന്ത് നന്നായിട്ടാ ജീവിക്കണേ. അച്ഛന് പ്രാന്താണ്. അതെന്താണ്, എൻ്റെ അച്ഛൻ വൈകുന്നേരം ആകുമ്പോൾ അയാൾ ഇഞ്ച പറ്റാണ്. കെട്ടിയോളുടെ പുറത്തിട്ട് ഡക്ക മദ്ദളം തബലൊക്കെ കൊട്ടുണ്ട്. ഭാഷാപരത്തിൽ സ്തുതിപ്പ്, കൈവെപ്പ്, ശുശ്രൂഷ, എന്തൊക്കെ പരിപാടി അച്ഛാ വീട്ടിൽ നടക്കണേ. കാറിൽ വന്നിറങ്ങുമ്പോൾ നമുക്ക് കൊതിയാകുന്നുള്ളത് സത്യമാണ്. പല കുടുംബങ്ങൾ ഇതുപോലെയാണ്. കുടുംബങ്ങളിൽ വലിയ അസ്വസ്ഥതകളുണ്ട്, വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. പക്ഷെ അതൊന്നും അംഗീകരിക്കാനോ അത് ദൈവത്തിരുമുമ്പിൽ സമർപ്പിച്ച് പരിഹാരം തേടാനോ അതിൽ നിന്ന് രക്ഷപ്പെടാനോ ഉള്ള വഴി ആരും തേടുന്നില്ല എന്നുള്ളത് നഗ്നമായ ഒരു വേദനയാണ്, സത്യമാണ്. വികാരിയച്ഛൻ ഹൗസ് വിസിറ്റിന് പോവാണ്. ഹൗസ് വിസിറ്റ് നിങ്ങളുടെ അച്ഛന്മാരും വരാറുണ്ടല്ല, ഞാനും പോവാറുണ്ട്. എനിക്കിപ്പോൾ അതൊരു അത്യാവശ്യമായേക്കാണ്. കാരണം ഭക്ഷണം വെച്ച് തരണം അമ്മച്ചിക്ക് പാടില്ല, തടി മെയിൻറ്റെയിൻ ചെയ്യണം. ഹൗസ് വിസിറ്റാണ് ഏറ്റവും നല്ല കാര്യം. അപ്പം അങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ ഇറങ്ങും. ഒരു നേരം കഴിച്ചാൽ മതി. അങ്ങനെ ചെല്ലുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരും. സ്നേഹമാണ് എല്ലാവർക്കും. ഞാനങ്ങനെ വൈകുന്നേരം ഹൗസ് വിസിറ്റിന് പോവാണ്. ഏതോ ഒരു പള്ളിയിൽ, ഏതോ ഒരു പള്ളിയല്ല, പള്ളി നല്ല ഓർമ്മയുണ്ട്, പക്ഷെ പറഞ്ഞാൽ ചതിക്കും, അതുകൊണ്ട് പറയാത്താണ്. ഏതോ ഒരു പള്ളിയിൽ സാധാരണ പറയാറുണ്ട്, അന്റാർട്ടിക്ക എന്ന് പറയുന്ന നാട്ടിൽ ഒരു ഇടവക വികാരിയായിരിക്കുമ്പോൾ അങ്ങനെ നടക്കണം. ഒരു വീട് കണ്ടപ്പോൾ വലിയ സന്തോഷമായി. നമ്മുടെ കുർബാനയ്ക്കൊക്കെ ശുശ്രൂഷിക്കണ ടോമിയുടെ വീടാണ്. കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ടാണ് വീട്. ടോമിയുടെ വീടാണല്ല, അവന് എന്നെ ഇഷ്ടമാണ്, കാരണവന്മാർക്ക് ഇഷ്ടമാണ്, അച്ഛനാവണം എന്നൊക്കെ പറയണ കൊച്ചാണ്. രണ്ടും കൽപ്പിച്ച് കയറാൻ തീരുമാനിച്ച് ഞാൻ ഗേറ്റിൻ്റെ അടുത്ത് ചെന്ന്, ഗേറ്റിനൊരു പൂട്ടുണ്ട്, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ പോലെ ഇരിക്കണ ഒരു പൂട്ടാണ്. അതിങ്ങനെ പൊക്കി തുറക്കാൻ പറ്റും. ഞാൻ ആ പൂട്ടയിൽ പിടിച്ച് ഇങ്ങനെ പതുക്കെ പൊക്കി, കിലുകിലെന്ന് ഒച്ചയുണ്ടാവും. ഇരുമ്പിൻ്റെ ഗേറ്റാണ്. എവിടെ നിന്നാന്ന് അറിഞ്ഞുകൂടാ, തനിക്കെത്താൻ പോകുന്നൊരു പട്ടി. എന്തൊരു വലിയ പട്ടിയാണെന്നറിയോ, ഞാൻ ആദ്യം അത്രയും പശുവിൻ്റെ പോലെ ഇരിക്കണം ഈ സാധനം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതെന്തോ വലിയ ഭീകര ജീവിയാണെന്നാണ് പറയണേ. ഈ മൂട്ടിന് വാലൊന്നുമില്ല, ഉന്തും മുഴയൊക്കെയാണ് അവിടെ. അങ്ങനത്തെ ഒരു പട്ടിയാണ്. ഒരു പേര് കൊച്ചൻ പറഞ്ഞ്, ഈശോയെ കണ്ടാലും പേടിയാവും, ചെറുത്താൻ്റെ പോലെ ഇരിക്കും എൻ്റെ മുഖം. റോട്ട് വീലർ, അതാണ് എൻ്റെ പേര്, റോട്ട് വീലർ. അവൻ പറഞ്ഞു, റോട്ട് വീലർ എന്ന് പറഞ്ഞാൽ ആ പട്ടി കടിക്കില്ല എന്നാണ് പറയണേ, പക്ഷെ കൊല്ലും. അങ്ങനെ ഒരു കുഴപ്പമുണ്ടത്. അത് ഭീകര ആ പട്ടി ഉള്ളിടത്ത് അച്ഛനായാലും ആരായാലും പോണത് സൂക്ഷിച്ചു മതി. ഈ സാധനം കുരച്ച് തുള്ളി ഇങ്ങോട്ട് വന്ന് ഞാൻ ഞെട്ടിത്തെറിച്ച് പുറകോട്ട് മാറി. ദൈവകൃപ, പൊക്കിയ പൂട്ട് കറക്റ്റായിട്ട് വീണു. അത് കാരണം പട്ടി അപ്പുറത്ത്, ഞാനിപ്പുറത്ത്. അപ്പം എനിക്കിത്തിരി ധൈര്യമൊക്കെ ആയി. ഗേറ്റ് പൂട്ടി കിടക്കണില്ല. പട്ടിയുടെ കുര കേട്ട് 2 സെക്കൻഡ് എൻ്റെ പൊന്നു ടോമി വീടിൻ്റെ ഉമറത്ത് പ്രത്യക്ഷപ്പെട്ടു. അവൻ എന്നെ കണ്ട്, അച്ഛാ ധൈര്യമായിട്ട് പോരെ. ഞാൻ ചോദിച്ചാൽ എവിടേക്ക്? അച്ഛനിങ്ങോട്ട് പോരെ അച്ഛാ, പട്ടി കടിക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ഈ പട്ടിയാ കടിക്കില്ലെന്ന്. എൻ്റെ പൊന്നു ടോമി, ഞാനൊന്നും അലറട്ടോ, കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ടാ വീട്. കുറച്ചൊരു വഴി, കുറച്ച് അങ്ങോട്ട് നടക്കണം, ഒരു 10-20 അടി അങ്ങോട്ട് നടക്കണം. ഞാൻ പറഞ്ഞു, ടോമി നീ മര്യാദയ്ക്ക് വന്ന് ഈ പട്ടീനെ കൂട്ടിക്കയറ്റ്, അച്ഛൻ അങ്ങോട്ട് വരാനാണ്. അച്ഛനെ ടോമി അല്ല വിളിക്കണേ, അച്ഛൻ ധൈര്യമായിട്ട് വാച്ചാ, പട്ടി കടിക്കില്ല. ഞാൻ പറഞ്ഞു, ടോമി തമാശ ആളാ, ഇത് സ്തുതി പറയണതൊന്നുമല്ല. എന്നെ കൈ കിട്ടി അത് തവിട് ഓടിയാക്കും. നീ മര്യാദയ്ക്ക് മോനെ ഈ പട്ടീനെ കൂട്ടിക്കയറ്റ്, അച്ഛനൊന്നും അങ്ങോട്ട് വരട്ടെ. എനിക്കാണെങ്കിൽ കാപ്പി കുടിക്കാഞ്ഞിട്ട് പരവശമായിട്ട് പാടില്ല. എൻ്റെ ടോമി പറഞ്ഞു, അച്ഛൻ ധൈര്യമായിട്ട് വാച്ചാ, അച്ഛനെ എവിടെ ഇട്ട് കടിക്കാനാ? അവൻ നമുക്കിട്ട് താങ്ങിയതാണ്, ഉടുപ്പുണ്ടില്ല, കടി കൊള്ളൂല്ല എന്നാണ് അവൻ കളിയാക്കിയതാണ് എന്നെ. എനിക്ക് ആ പരിശം വന്ന്, നിനക്ക് പറ്റില്ലെങ്കിൽ വേണ്ട, നീ അപ്പനെ വിളിക്ക്. അപ്പം എൻ്റെ ടോമി പറഞ്ഞു, അപ്പനും ഇവിടെ ഇല്ല. ഞാൻ ചോദിച്ചു, അപ്പനോട് പോയി? അപ്പൻ ആശുപത്രിയിലാണ്.
ഓ, അന്ന് അമ്മേനെ വിളിക്ക്, പട്ടീനെ പൂട്ടാൻ പറ, നിനക്ക് പറ്റില്ലെങ്കിൽ. അമ്മയോടെ ഇല്ല. ഞാൻ ചോദിച്ചാൽ അപ്പം അമ്മ എവിടെ പോയി? അമ്മ ആശുപത്രിയിലാണ്. എന്താ എല്ലാവരും ആശുപത്രിയിൽ? അല്ലച്ചാ അപ്പന് കൂട്ടുകിടക്കാൻ പോയേക്കാണ് അമ്മ. അപ്പനാണ് ആശുപത്രിയിൽ, അമ്മ കൂട്ടുപോയേക്കാണ്. ഞാൻ ഗേറ്റിങ് നിന്ന് അലറി ചോദിച്ച്, അപ്പനെന്തു പറ്റി എൻ്റെ മോനെ? അപ്പൻ്റെ കൊച്ചൻ പറഞ്ഞ്, അപ്പനെ പട്ടിയടിച്ച്. അപ്പനെ കടിച്ച പട്ടിയാണ് ഈ നിന്ന് സർക്കസ് കാണിക്കണേ. എന്നിട്ടാണ് ഈ ദുഷ്ടം പറയണേ ധൈര്യമായിട്ട് പോന്നോളാൻ. പട്ടി കടിക്കണ പട്ടിയാണെന്നും തന്ത ആശുപത്രിയിലാണെന്നും കൊച്ചനറിയാം. അറിയാൻ പാടില്ലഞ്ഞിട്ടല്ല. നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ ഇതാണ്. സംഗതിയുടെ പോക്ക് അത്ര ശരിയല്ലെന്ന് ആർക്കറിയാൻ പാടില്ലതേ. ചില കാര്യങ്ങളിൽ മാറ്റം വേണമെന്ന് ആർക്കറിയാൻ പാടില്ലാത്തേ. ചില കാര്യങ്ങൾ തിരുത്തപ്പെടേണ്ടതുണ്ടെന്ന് ആർക്കറിയാൻ പാടില്ലാത്തേ. കുറച്ചും കൂടി പ്രാർത്ഥിക്കണമെന്നും കുറെ കൂടി ദൈവാനുഗ്രഹം തനിക്കും മക്കൾക്കും തലമുറകൾക്കും ആവശ്യമാണെന്ന് ആർക്കറിയാൻ മേലാത്തേ. എല്ലാവരും ഇങ്ങനെ മുഖം മൂടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പണ്ടൊക്കെ വലിയ വീട് കാണുമ്പോൾ എനിക്ക് ഒടുക്കത്തെ അസൂയായിരുന്നു. ഉള്ളത് പറയല്ല. വലിയ വീട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര അസൂയ വരും. ഞാൻ അരിശം വരുമ്പോൾ ബാത്റൂമിൽ കയറി അപ്പനെ ചീത്ത വിളിക്കും. അപ്പനെ മുഖത്തോക്കി വിളിക്കാനുള്ള ധൈര്യമില്ല. പുള്ളി ഇത്തിരി പ്രശ്നമാണ്. ഭയങ്കര അരിശക്കാരനാണ്. മീശയൊക്കെ വലിയ മീശയാണ്. മുഖത്തോക്കി പറയാൻ പറ്റൂല. ഞാൻ ബാത്റൂമിൽ കയറി ചീത്ത വിളിക്കും. അപ്പൻ്റെ അപ്പൻ ഗ്രാൻഡ് ഫാദർ പഠിക്കാൻ വിട്ടപ്പോൾ എൻ്റെ അപ്പൻ മര്യാദയ്ക്ക് പഠിച്ചിരുന്നെങ്കിൽ അപ്പന് നല്ല ജോലി കിട്ടിയനെ. നല്ല ജോലി കിട്ടിയെങ്കിൽ നല്ല കാശുണ്ടായനെ. നല്ല കാശുണ്ടായെങ്കിൽ നല്ല പെരവണിയായിരുന്നു. നല്ല പെരവണതെങ്കിൽ എനിക്ക് നല്ല വീട്ടിൽ താമസിക്കായിരുന്നു. എൻ്റെ അപ്പം പഠിക്കാത്ത കാരണം ആർക്ക് പോയി? എനിക്ക് പോയി. എൻ്റെ വീട് കുഞ്ഞു വീടായിപ്പോയി. വലിയ വീടൊക്കെ കാണുമ്പോൾ പണ്ട് ഭയങ്കര അസൂയ, ഭയങ്കര വിഷമ. അപ്പം പഠിച്ചില്ല, അപ്പം നന്നായിട്ട് പണിയെടുത്തില്ല, അപ്പൻ ഒന്നും ഉണ്ടാക്കിയില്ല, അപ്പൻ നല്ല വീട് പണിതില്ല, ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ ഇപ്പം അച്ഛനായി ഇങ്ങനെ ഓരോരോ വീടുകളൊക്കെ കയറി ഇറങ്ങി പ്രാർത്ഥനയും കുരിശുവരെയൊക്കെ നടത്തി ഓരോരോ കുടുംബങ്ങളെയൊക്കെ പരിചയപ്പെട്ട് വന്നപ്പോൾ ഇപ്പം വലിയ വീട് കാണുമ്പോൾ വലിയ സങ്കടമൊന്നുമില്ല. കാരണം ഈ വലിയ വീടുകളിലുള്ള വലിയ കാര്യങ്ങൾ ഈ പാവി കുറച്ചൊക്കെ മനസ്സിലാക്കി. എങ്ങനെയൊക്കെയാ കാര്യങ്ങൾ പോണേന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇപ്പം എൻ്റെ അപ്പൻ്റെ കുഞ്ഞ് പെരേനെ എനിക്ക് വല്ലാണ്ട് ഇഷ്ടമാണ്. നസ്രത്തിലെ കുടുംബത്തെ നമ്മൾ കണ്ടു പഠിക്കണം. എത്ര സുന്ദരമായിട്ടാണ് അവർ ജീവിക്കണത്. അവിടെ പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടാണോ? അവിടെ പ്രയാസങ്ങളില്ലാഞ്ഞിട്ടാണോ? അവിടെ തെറ്റിദ്ധാരണകളില്ലാഞ്ഞിട്ടാണോ? അവിടെ ദാരിദ്ര്യം ഇല്ലാഞ്ഞിട്ടാണോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിലുള്ള ഒരു കുന്തവും ആ വീട്ടിലുണ്ടായില്ല. നസ്രത്തിലെ വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടായ, വാഷിംഗ് മെഷീൻ ഉണ്ടായ, മൈക്രോവേവ് അവൻ ഉണ്ടായ, കുക്കിംഗ് റേഞ്ച് ഉണ്ടായ, ഗ്രില്ലുണ്ടായ, AC ഉണ്ടായ, കാറുണ്ടായ, ബൈക്കുണ്ടായ, ഒരു കുന്തം ഉണ്ടായില്ല. ഉടുതുണിക്ക് മറുതുണി ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് സ്വർഗമായിരുന്നു. കാരണം അവിടെ ദൈവം ഉണ്ടായിരുന്നു. നിറഞ്ഞ ദാരിദ്ര്യത്തിലും കർത്താവ് ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ആദ്യം നമ്മൾ നിശ്ചയിക്കേണ്ട കാര്യം. ദാരിദ്ര്യം ആയിക്കോട്ടെ, കടബാധ്യത ആയിക്കോട്ടെ, രോഗം ഉണ്ടായിക്കോട്ടെ, തെറ്റിദ്ധാരണകൾ ഉണ്ടായിക്കോട്ടെ, അയൽപ്പക്കക്കാർ കുറച്ച് കണ്ടോട്ടെ, നാട്ടുകാർ കുറ്റപ്പെടുത്തിക്കോട്ടെ, എന്തൊക്കെ പ്രയാസങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് കയറി വന്നോട്ടെ, ഒരു കാര്യത്തിൽ നിർബന്ധം വേണം പ്രിയപ്പെട്ടവരെ, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടാവണം. എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടാവണം. ഞാൻ പണ്ട് പറഞ്ഞൊരു അനുഭവമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ TV-യിൽ ഈ ഉള്ളവനെ നിങ്ങൾ പലരും കാണുന്നതാണല്ലോ. ഒരു ക്രിസ്മസിന് എനിക്കുണ്ടായ ഒരു കുഞ്ഞു അനുഭവം ഞാൻ പണ്ട് എവിടെയൊക്കെയോ പറയാറുണ്ട്. പുൽക്കൂട് എന്ന് പറയുന്ന സാധനത്തിന് അറിയാലോ. പുൽക്കൂട് ഈ ക്രിസ്മസിന് ക്രിബ് ഉണ്ടാക്കുമല്ലോ. പള്ളിയിൽ വലിയ ക്രിബൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഗ്രേറ്റ്.
വലിയ കൃപൊക്കെ ഉണ്ടാക്കും പിള്ളേർ. ഞാനതിനെ പുൽക്കൂടെന്നല്ല വിളിക്കാറ്, പുലിക്കൂടെന്നാണ് വിളിക്കാറ്. അതിനകത്ത് അവർ വലിയ വലിയ സംഗതികളൊക്കെ സംഘടിപ്പിക്കും. വെള്ളം കോരണ മദാമി ഉണ്ടാവും, വീഡിയോ വലിക്കണ സായിപ്പ് ഉണ്ടാവും, എന്തൊക്കെ പരിപാടികളാണ്. നസ്രത്തിലെ ബദ്ലഹമിലെ കാലത്തൊഴുത്തൊന്നല്ല പിള്ളേരുണ്ടാക്കുന്നത്. എന്തായാലും ഇവിടെ ഇത്ര ലാളിത്യത്തിലായിരിക്കണത് കണ്ടോടം കൊണ്ട്. ഞാൻ എൻ്റെ കൊച്ചു മുറിയിൽ ഇതുപോലൊരു കുഞ്ഞ് പുൽക്കൂടുണ്ടാക്കും. എൻ്റെ കയ്യിലുള്ള കുഞ്ഞു രൂപങ്ങളൊക്കെ എടുത്തു വെച്ചൊരു കൊച്ച്. പാതിരയ്ക്കൊരു കുർബാനയുണ്ട് 12 മണിക്ക്. ആ കുർബാന കഴിയുമ്പോൾ ആൾക്കാരൊക്കെ ഹാപ്പി ക്രിസ്മസും പറഞ്ഞ് കേക്കും കട്ടൻ കാപ്പിയും കുടിച്ച് വീട്ടിൽ പോവും. വികാരിയച്ഛന് അടുത്ത കുർബാന അർപ്പിക്കണം വെളുപ്പിന്, ഉറങ്ങാൻ പറ്റൂല. ഞാനപ്പോൾ ഇങ്ങനെ ഒരു പച്ചീർക്കിലൊക്കെ കണ്ണിൽ കുത്തി വെച്ച് ഉറങ്ങാണ്ടിരിക്കണമല്ല, എൻ്റെ ഈ പുൽക്കൂടിൻ്റെ മുമ്പിൽ ഇങ്ങനെ കണ്ണും തുറപ്പിച്ചിരിക്കും. വെറുതെ സമയം പോണ്ടേ. ഞാനങ്ങനെ ഒരു ദിവസം ഇരിക്കുമ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഇതൊരു അനുഭവം മാത്രം കേട്ടോ, ഇതിൻ്റെ പിന്നാമ്പുറ കഥകളൊന്നും തപ്പിപ്പോവരുത്. കഥ മനസ്സിലായാൽ മതി. ഞാനങ്ങനെ കണ്ണും തുറപ്പിച്ചിരുന്ന് അറിയാണ്ട് ഉറങ്ങിപ്പോയി, പതുക്കെ തൂങ്ങിപ്പോയി. എടാ എന്നൊരു വിളി കേട്ട് ഞാൻ. ഈ പാതിരയ്ക്ക് ആരെൻ്റെ മുറി കയറി എന്നെ എടാന്ന് വിളിക്കണത്? എനിക്ക് അരിശം വന്നു. ഞാൻ ചുറ്റും നോക്കി, ആരുമില്ല. വെളുപ്പിന് 3 മണി നേരാണെന്ന് ഓർക്കണം. ഞാൻ വീണ്ടും ആരാന്നറിയാണ്ട് വീണ്ടും ഈ കാലിത്തൊഴുത്തിലേക്ക് നോക്കിയിരുന്നു. തൊഴുത്തിലേക്ക് എന്നെ പിന്നെയും വിളിച്ച് ഡാ. ഞാൻ വീണ്ടും കണ്ണു തുറന്ന് നോക്കി. അപ്പം ഞാൻ കണ്ട്, ആരാന്നറിയോ? ഈ തൊഴുത്തിൽ ഒരു പശു കിടപ്പുണ്ട്. ചുമന്ന കളറുള്ളൊരു പശു. ഈ ക്രിബുണ്ടാക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് കുറേ ആൾക്കാരുണ്ടാവും, കണ്ടിട്ടില്ലേ? ആട്ടുംകുട്ടികളുണ്ട് അല്ലേ, ആട്ടിടയന്മാരുണ്ട്, പിന്നാരാണ്, ഒരു കാളയുണ്ട് ചാര നിറത്തിൽ, പിന്നൊരു പശു ഉണ്ട് ചുമന്ന കളറിൽ, പിന്നെ മൂലയ്ക്ക് ഒരു ഒട്ടകമുണ്ട്, തൂങ്ങിക്കിടക്കണ ഒരു മാലാഖയുണ്ട്. ഇതൊക്കെ ഇതിനകത്തെ വിഭവങ്ങളാണ്. 3 രാജാക്കന്മാർ, ഒരു കറുത്തത് 2 വെളുത്തത്. ഈ കറുത്തത് ഏത് വഴിക്ക് വന്നാവോ? ഞാൻ പലപ്പോഴും ചിന്തിച്ചു നോക്കി. നമ്മളെയൊക്കെ ആശ്വസിപ്പിക്കാനാണ് കറുത്തേനെ ഒരെണ്ണത്തിനെ വെച്ചേക്കണേ. 2 സായിപ്പുമാരാണ്. ഞാൻ നോക്കുമ്പോൾ ഈ പശുവാണ് എന്നെ വിളിക്കണേ. അതിങ്ങനെ വാലനക്കണുണ്ട്. പശു എന്നെ വിളിക്കണം. അത് പിന്നെയും ചോദിച്ചു, എടാ എന്തേ? ഞാൻ ചോദിച്ചു. പശുവിൻ്റെ ചോദ്യമാണ് വെളുപ്പിന് 3 മണിക്ക്. സ്വർഗത്തിൽ ഐസ്ക്രീം ഉണ്ടെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ഒരു പ്രസക്തിയില്ലാത്തൊരു ചോദ്യമാണ്, ഒരാവശ്യമില്ലാത്തൊരു ചോദ്യമാണ്, നമുക്ക് പ്രാന്താവണൊരു ചോദ്യമാണ്. വെളുപ്പിന് 3 മണിക്ക് ഈ സാധനം എന്നോട് ഇത് ചോദിക്കേണ്ട ഒരാവശ്യമില്ല. പക്ഷെ പശു ആ പച്ച പാതിരയ്ക്ക് വെളുപ്പാങ്കാലത്ത് എന്നോട് ചോദിച്ച്, സ്വർഗത്തിൽ ഐസ്ക്രീം ഉണ്ടെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ഞാൻ തല കൊടഞ്ഞിട്ട് പറഞ്ഞ്, എൻ്റെ അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിൽ ഐസ്ക്രീം ഉണ്ടെന്ന്. അമ്മൂമ്മ എന്ന് പറഞ്ഞാൽ മനസ്സിലായി ആരാന്ന്? ഗ്രാൻഡ് മദർ, അപ്പൻ്റെ അമ്മ. അടാറ് നുണ പറയുമായിരുന്നു. നല്ല സൂപ്പർ കല്ല് വെച്ച നുണ, വിശുദ്ധ നുണകൾ എന്നാണ് ഞാൻ അതിനെ വിളിക്കുക. അമ്മമ്മ പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിൽ ഐസ്ക്രീം കിട്ടും. ഈ കുഞ്ഞുനാളിൽ കൊച്ചങ്ങളുടെ മനസ്സിൽ സ്വർഗത്തെക്കുറിച്ച് സുന്ദര സങ്കല്പങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ മുതിർന്നവർ കൊച്ചു കൊച്ച് നല്ല കള്ളങ്ങൾ പറയും. സ്വർഗത്തിൽ നിറച്ച് മാലാഖമാരാണ്, സ്വർഗത്തിൽ AC ആണ്, സ്വർഗത്തിൽ ഭയങ്കര സന്തോഷമാണ്, എനിക്ക് പറഞ്ഞു തരും. എനിക്കൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു മഠത്തിൽ, ഞങ്ങളുടെ പള്ളിയിൽ വരും സിസ്റ്റർ. ഏഞ്ചൽസ് എന്നിട്ടാണ് ഹോളി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ഞാനതിൽ അംഗമായിരുന്നു 3ാം ക്ലാസ് 2ാം ക്ലാസ്സിലൊക്കെ. ഡിസംബർ 1-ാം തീയതി ഞായറാഴ്ച ഈ കന്യാസ്ത്രീ അമ്മ വലിയൊരു ലിസ്റ്റായിട്ട് വരും. ഉണ്ണി ജനിക്കാറായി മക്കളെ. ഓ, ഉണ്ണിക്ക് ഭയങ്കര തണുപ്പാണ് മക്കളെ. അപ്പോൾ ഞങ്ങൾക്ക് സങ്കടമാവും, ചെറിയ പിള്ളേരല്ലേ. അവിടെ ഭയങ്കര തണുപ്പാണ് മക്കളെ. ഓ, ഉണ്ണിക്ക് പുതപ്പുണ്ടാക്കണം മക്കളെ. അപ്പം ഞങ്ങൾ സിസ്റ്ററിനോട് ചോദിക്കും, എങ്ങനെ ഉണ്ടാക്കാനാ സിസ്റ്ററെ? അപ്പം സിസ്റ്റർ പറയും 100 സ്വർഗസ്ഥനായ ചെല്ലിയാൽ മതി. അപ്പം പുതപ്പാവും ഉണ്ണിക്ക്. തച്ചിനിരുന്ന് ചെല്ലും 100 സ്വർഗസ്ഥനായ. പിന്നെ സിസ്റ്റർ പറയും 50 കൃപ നിറഞ്ഞ മറിയമേ ചൊല്ലിയാൽ മതി, ഉണ്ണിക്ക് കട്ടിലാവും.
ഞാൻ 50 ഞാൻ 2-3 കട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. സിസ്റ്റർ പറയും 25 സുഹൃത ജപം ചൊല്ലിയ ഉണ്ണിക്ക് ഷർട്ടാവും. 3 വചനം കാണാണ്ട് പഠിച്ച ഉണ്ണിക്ക് ട്രൗസറാവും. വലുതായി കഴിഞ്ഞപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, എൻ്റെ തമ്പുരാനെ, ഞാൻ നിനക്ക് എന്തോരം ട്രൗസർ ഉണ്ടാക്കിയേക്കണേ. ചെറുതായിരുന്നപ്പോൾ ആ സിസ്റ്റർ ഒരളവും തരാറില്ല, അങ്ങോട്ട് തയ്ച്ചോളാനാ പറയാറ്. ഞാൻ തയ്ച്ചത് വല്ലതും നിനക്ക് പാകമായിട്ടുണ്ടാ? നീ വല്ലതും ഇട്ടിട്ടുണ്ടാ? ഞാൻ എൻ്റെ ഉണ്ണീശോട് ചോദിക്കും. എനിവേ, ഇങ്ങനെ വിശുദ്ധമായ കള്ളങ്ങൾ പറയും നമ്മുടെ പ്രിയപ്പെട്ടവർ. സ്വർഗത്തെക്കുറിച്ച് നല്ല ചിന്തകൾ ഉണ്ടാവാൻ, കർത്താവിനെ കൂടുതൽ നമ്മൾ സ്നേഹിക്കാൻ. എൻ്റെ അമ്മാമ്മ ഇങ്ങനെ അടാറ് നുണ പറയണ ഒരു അമ്മമ്മയായിരുന്നു. അമ്മാമ്മ പറഞ്ഞേക്കണത് സ്വർഗത്തിൽ നിറച്ച ഐസ്ക്രീമാന്നാണ്. ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ മാലാഖമാർ നിന്നെ പിടിച്ച് ഐസ്ക്രീം നിറച്ച് കിടക്കണ ഒരു കിണറ്റിലേക്ക് അങ്ങോട്ട് ഇടും. ഐസ്ക്രീം തിന്ന് തിന്ന് നിൻ്റെ വയറിങ്ങനെ വലുതായി കഴിയുമ്പോൾ നീ നിലവിളിക്കും. അപ്പോൾ വേറൊരു മാലാഖ കയറിട്ട് തരും, പൊങ്ങിപ്പോരാം. ആ കിണർ നിറച്ച ഐസ്ക്രീമാന്ന് പറയണേ. അവിടെ ചെന്നിട്ട് കഞ്ഞി ഉണക്കമീനൊക്കെ കിട്ടണമെന്ന് വെച്ചാൽ കിട്ടൂല എൻ്റെ കുട്ട. അമ്മമ്മ പറഞ്ഞേക്കണത് അവിടെ ചില്ലി ചിക്കൻ, ഫ്രൈഡ് റൈസ്, ഇപ്പോഴാണ് അമ്മമ്മ ജീവിച്ചിരുന്നെങ്കിൽ കുഴിമന്തി, അൽഫാം ഒക്കെ പറഞ്ഞേനെ. അവിടെ അടിപൊളി പരിപാടി. ഞാൻ ഈ പശുവിനോട് ഞാൻ പറഞ്ഞ് എൻ്റെ അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിൽ ഐസ്ക്രീം ഉണ്ടെന്ന്. ഈ തൊഴുത്തിൽ കിടക്കണ പശു എന്നോട് പറഞ്ഞ്, നീ ഇങ്ങോട്ടൊന്ന് നോക്കിയേ, എടാ പൊട്ടാ. അതിനെന്നോട് ഒരു ബഹുമാനം ഉണ്ടായില്ലട്ടാ. അത് ഈ കർത്താവിൻ്റെ അടുത്ത് കിടക്കണതിൻ്റെ അഹങ്കാരമാണ് അതിന്. അതെന്നോട് പറഞ്ഞു, എടാ പൊട്ടാ, ഇവിടെ ഐസ്ക്രീം പോയിട്ട് ഒരു ബക്കറ്റ് കാടിവെള്ളം, കഞ്ഞിവെള്ളം പോലും ഇല്ല. എന്തൊരു മണാന്നറിയാമോ ഇതിൻ്റെ ഉള്ളിൽ. ഞങ്ങൾക്ക് തീറ്റ കിട്ടിയിട്ട് ദിവസത്രയായെന്നറിയാമോ? ഈ തൊഴുത്തൊന്ന് ക്ലീൻ ചെയ്തിട്ട് എത്ര നാളായിന്ന് നിനക്കറിയാമോ? ഞാൻ ചോദിച്ചു, എനിക്കൊന്നും മനസ്സിലാവണില്ല ചങ്ങാതി, അതെന്താ അങ്ങനെ? ഇവിടെ ഏതാണ്ട് കണക്കെടുപ്പ് നടക്കണ്ടെന്നോ, വീട്ടിലൊക്കെ ബന്ധുക്കാൽ വന്നിട്ടുണ്ടെന്നോ, ഇവിടേക്ക് ഒരു പട്ടിക്കുഞ്ഞ് പോലും തിരിഞ്ഞു നോക്കണില്ല. ആകെ വൃത്തികേടാ ഇതിൻ്റെ ഉള്ളിൽ. ഞങ്ങളുടെ 1, 2 ഒക്കെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് നടത്തണേ. ആകെ ദുർഗന്ധമാണ്. വൃത്തിയാക്കിയിട്ട് ആഴ്ചകളായി. ഞാനിങ്ങനെ വാല് കറക്കണ എന്താണെന്ന് നിനക്ക് മനസ്സിലായോ? ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. ഒടുക്കത്തെ കൊതുകാണ്, ഈ പൊട്ടനീച്ച വന്നിരിക്കുകയാണ്, എനിക്ക് ചൊറിഞ്ഞിട്ട് പാടില്ല. ഞാൻ വളരെ നിസ്സഹായതയോടെ പറഞ്ഞു, ഉവാ, ഞാൻ എന്ത് ചെയ്യാനാ? അപ്പം ഈ പശു പറഞ്ഞു, നീ ഒന്നും കൂടി ഇങ്ങോട്ട് നോക്കിയേ. ഞാൻ പിന്നെ ഏന്തി വലിഞ്ഞു നോക്കി. പശു പറഞ്ഞു, ആ മൂലയ്ക്ക് ഒരെണ്ണം കൈയും കാലും ഇട്ടടിച്ച് കിടക്കണത് നീ കണ്ടാ? ഞാൻ പറഞ്ഞു, കണ്ട്. ദൈവമെന്നാ പറയണേ. ഓ എടാ, ഇതിൻ്റെ പേരാണ് സ്വർഗം. പശു പറഞ്ഞു, ആ മൂലയ്ക്ക് ഒരെണ്ണം കൈ കാലിട്ടടിച്ച് കിടക്കണത് നീ കണ്ടാ? കണ്ട്. ദൈവമെന്നാ പറയണേ. ഓ, ഇതിൻ്റെ പേരാണ് സ്വർഗം. ഞാൻ ഉറങ്ങിപ്പോയി. പിറ്റേന്ന് കാലത്ത് ബലിക്ക് അൾത്താരെ കയറിയപ്പോൾ ഞാൻ എൻ്റെ കർത്താവിനോട് ചോദിച്ച്, തമ്പുരാനെ, ഇന്നലെ ഞാൻ ഏതാണ്ട് കണ്ടിട്ടാ. കർത്താവ് പറഞ്ഞു, ഉവാ, എനിക്കൊന്നും മനസ്സിലായില്ലട്ടാ. ഒന്നും മനസ്സിലായില്ലേ? ഒന്നും മനസ്സിലായില്ല തമ്പുരാനെ. കർത്താവ് പറഞ്ഞു, എടാ, നിന്റെ ഹൃദയത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, നിന്റെ കുടുംബത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അപ്പോഴും പറഞ്ഞ്, എനിക്ക് മനസ്സിലാവണില്ല തമ്പുരാനെ. കർത്താവ് പറഞ്ഞ്, എത്ര വൃത്തികെട്ടതായിക്കോട്ടെ, എന്തൊക്കെ കുറവും പോരായ്മയുണ്ടായിക്കോട്ടെ, എന്തൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിക്കോട്ടെ, കേറിക്കിടക്കാൻ ഒരിത്തിരി സ്ഥലം തരാമോ? പിന്നെ നിന്റെ വീടിൻ്റെ ഉമറത്ത് നീ എഴുതി വയ്ക്കി സ്വർഗം. എന്തൊക്കെ പ്രശ്നം ഉണ്ടായിക്കോട്ടെ, എന്തൊക്കെ പ്രയാസം ഉണ്ടായിക്കോട്ടെ, എനിക്ക് കയറിക്കിടക്കാൻ നിന്റെ വീട്ടിലൊരിത്തിരി സ്ഥലം തരാമോ? നിന്റെ ചങ്കിലൊരിത്തിരി ഇടം തരാമോ? പിന്നെ നിന്റെ ചങ്കും പുറത്തും നിന്റെ വീടിൻ്റെ ഉമറപ്പടിയിലും നീ ധൈര്യമായിട്ട് എഴുതി വെക്കി സ്വർഗം. ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബം. ഇങ്ങനെ ആയിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബം. ദൈവമുള്ള വീട് അത് സ്വർഗമാണ്.
നമ്മുടെ കുടുംബത്തിൻ്റെ പോരായ്മകൾ, അതിൻ്റെ കുറവുകൾ, അതിൻ്റെ കുറ്റങ്ങൾ, നാട്ടുകാർ പറയുന്ന വിലയിരുത്തലുകൾ എല്ലാം ദൈവത്തിൻ്റെ തിരുമുമ്പിൽ സമർപ്പിക്കുക. നിന്റെ വീട്ടിൽ കർത്താവുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ആത്യന്തികമായ ചോദ്യം. ബാക്കിയൊക്കെ പിന്നാലെ വരും. നിങ്ങൾ ആദ്യം അവൻ്റെ രാജ്യവും അവൻ്റെ അന്വേഷിപ്പിൻ, മറ്റെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. നിങ്ങൾ ആദ്യം അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും തേടുവിൻ, ബാക്കിയെല്ലാം കർത്താവ് കുടുംബത്തിലേക്ക് വന്നാൽ പിന്നെ നമുക്ക് ആകുലതകളും അസ്വസ്ഥതകളും ഒരു പ്രശ്നമല്ല. ഉണ്ണി ജനിച്ച് ഏതാനും നാളുകൾക്ക് ശേഷമാണ് തിരുക്കുടുംബം ഈജിപ്തിലേക്ക് പോണത്. അതുവരെ തൊഴുത്തിലാണ് പാർക്കൽ. കൊച്ചൻ കുറച്ചൊക്കെ വലുതായതിന് ശേഷമാണ്. അങ്ങനെയാണ് ബൈബിള് പഠിക്കുന്നവർ പറയണേ. അതുകൊണ്ടാണല്ലോ ഹെറോദേസ് 2 വയസ്സിന് താഴെയുള്ളവരെ കശാപ്പ് ചെയ്യാൻ പറഞ്ഞത്. ഔസേപ്പ് എഴുന്നേറ്റ് വീട്ടുടമസ്ഥൻ്റെ അടുത്ത് ചെന്ന്, ഈ തൊഴുത്തിൻ്റെ ഉടമസ്ഥനുണ്ടല്ലോ, അവൻ്റെ അടുത്ത് ചെന്ന് ഔസേപ്പ് പറഞ്ഞ്, ഞങ്ങൾ പോവാട്ടാ. അയ്യോ, അതെന്താണ്? ആകെ പ്രശ്നം എന്നാണ് ദൈവം പറയണത്. എന്ത് പ്രശ്നം? 2 വയസ്സിന് താഴെയുള്ള എല്ലാ കൊച്ചങ്ങളെയും ഹെറോദേസിൻ്റെ പട്ടാളം കൊല്ലും. കൊച്ചനെ രക്ഷിക്കണം, ഞങ്ങൾ പോവാ. നാളിതുവരെ താമസിക്കാൻ അനുവദിച്ചതിന് നന്ദി. ഔസേപ്പ് ആ വീട്ടുടമസ്ഥൻ്റെ അടുത്ത് ചെന്ന് നന്ദി പറഞ്ഞെന്നാ പറയണേ. അങ്ങനെ ഒരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. മറിയവും പറഞ്ഞ് ഒത്തിരി നന്ദിട്ടോ. ഔസേപ്പിനോട് മറിയം പറഞ്ഞ്, ഇത്രയും നാൾ ഇതിൻ്റെ ഉള്ളിൽ കിടന്നതല്ലേ, എന്തെങ്കിലും കൊടുത്തിട്ട് പോണ്ടേ ഒരു മര്യാദയ്ക്ക്. ഔസേപ്പിന് എന്ത് നോക്കാനാ? ഔസേപ്പ് തോളത്ത് കിടക്കണ സഞ്ചിയിൽ കൈയിട്ട് ഒരു ഗോൾഡ് കോയിൻ, ഇവിടെ രാജാക്കന്മാർ കൊണ്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഇഷ്ടം പോലെ, ഒരു ഗോൾഡ് കോയിൻ എടുത്ത് വീട്ടുകാരന് വെച്ചു കൊടുത്ത്, ഇതിരിക്കട്ടെ. ആവശ്യത്തിൽ കൂടുതലുണ്ടെന്ന് അറിയാം, എന്നാലും സന്തോഷം, ഇതിരിക്കട്ടെ. സ്വർണം മേടിച്ച് കയ്യിൽ വെച്ച് വീട്ടുകാരൻ നന്ദി പറഞ്ഞ് യാത്രയാക്കി. വീട്ടുകാരൻ്റെ ഭാര്യ വാതിലടഞ്ഞപ്പം മുതൽ അയാളുടെ അടുത്ത് മെക്കെട്ട് കയറാൻ തുടങ്ങി. അത്രേ ഒച്ചപ്പാട്, ബഹളം. എന്നാലും ആ പാവങ്ങൾ എവിടേക്കാ പോണത്? വീട്ടുകാരൻ പറഞ്ഞ് ഈജിപ്തിലേക്കാന്നാ പറഞ്ഞേ. എന്തോരം ദൂരം നടക്കണം? അതൊന്നൊരു കുഴപ്പമില്ല, അയാൾ നല്ല ആരോഗ്യമുള്ള മനുഷ്യനാ, പിന്നെ കഴുതിയുണ്ടില്ല. എന്നാലും എൻ്റെ മനുഷ്യ, അവറ്റ ഒറ്റയ്ക്കല്ലേ പോണേ, പട്ടാളെങ്ങാനും വഴിയിലിട്ട് പിടിച്ചാലോ, എന്തെങ്കിലും ആപത്ത് വന്നാലോ? ഇവള് വല്ലാണ്ട് നിലവിളിച്ച് ഒച്ച വയ്ക്കാൻ തുടങ്ങി. ഈ വീട്ടുകാരി പെണ്ണ് ഉടമസ്ഥ. വീട്ടുകാരൻ അവളോട് പറഞ്ഞ്, എടി പൊട്ടി, അവർക്കൊരു ചുക്കും പറ്റൂല. അതെന്താണ്? കൂടെ ഉള്ളത് ആരാന്ന നിന്റെ വിചാരം? കൂടെ ഉള്ളത് ആരാന്ന നിന്റെ വിചാരം? ദൈവമാണ്. ദൈവം അവൻ കാക്കും. എന്തൊക്കെ പ്രശ്നം പ്രയാസം ഉണ്ടായാലും, ഒരാളോടും പറയാൻ പറ്റാത്ത ദുരിത പർവ്വങ്ങളിലൂടെ കടന്നുപോയാലും, ഒരാൾക്കും ഒന്നും ചെയ്യാനില്ലാത്ത വേദനകളാണ് അനുഭവിക്കണതെങ്കിലും, നമ്മുടെ കൂടെ കർത്താവ് ഉണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അച്ഛന് കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യമായിട്ട് അവസാനമായിട്ടും പറയാനിതേ ഉള്ളൂ. ദൈവത്തെ കാര്യമായിട്ടെടുക്കണ കുടുംബങ്ങളെ ദൈവം കാര്യമായിട്ടെടുക്കും. കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന കുടുംബങ്ങളെ കർത്താവ് മഹത്വപ്പെടുത്തും. കർത്താവിനെ മഹത്വപ്പെടുത്താത്തിടത്തു നിന്ന് കർത്താവിൻ്റെ മഹത്വം പടിയിറങ്ങിപ്പോവും. വചനം നിങ്ങൾക്കറിയാം, നിങ്ങൾ എന്നോട് ചേർന്നിരുന്നാൽ ഞാൻ നിങ്ങളോടും ചേർന്നിരിക്കും. ഞാൻ നിങ്ങളോട് ചേർന്നിരുന്നാൽ നിങ്ങൾ എന്നോട് ചേർന്നിരുന്നാൽ ഞാൻ നിങ്ങളോടും ചേർന്നിരിക്കും. ഇതാണ് ദൈവം നമുക്ക് തരുന്ന വചനം. കർത്താവിനെ കുടുംബത്തിൽ മഹത്വപ്പെടുത്തണം. കർത്താവ് കൂടെയുണ്ടെന്നുള്ള തിരിച്ചറിവിൽ മക്കളെ വളർത്തണം. ദൈവത്തിന് നന്ദി പറയാനും കർത്താവിനോട് പ്രാർത്ഥിക്കാനും എപ്പോഴും കർത്താവിൻ്റെ കരങ്ങളിൽ മുറുക്കി പിടിച്ച് നടത്താനും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പരിശീലിപ്പിക്കണം. ഞാൻ കണ്ടിട്ടുണ്ട്, അച്ഛന്മാരുടെ കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ, അതിപ്പോൾ ഇവിടെ നിന്ന് തന്നെയല്ല, എവിടെയായാലും, പ്രത്യേകിച്ച് ഈ സഭയിലെ വൈദികരുടെ അടുത്ത് അച്ഛന്മാർ ഭക്ഷണത്തിന് മുമ്പ് പ്രാർത്ഥിക്കണ കാണാം. ഞാനത് കൂടുതലായിട്ട് കണ്ടിരിക്കുന്നത്
ഈ അച്ഛന്മാരുടെ കൂട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ്. അങ്ങനെ സുന്ദരമായ ഒരു മാതൃക നിങ്ങളുടെ തങ്കപ്പെട്ട വൈദികർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ: നിങ്ങളുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കണക്ക് മുമ്പ് മക്കളും മാതാപിതാക്കളും ഒരുമിച്ച് ഒരു സെക്കൻഡ് പ്രാർത്ഥിക്കാറുണ്ടാ? ഉണ്ടെങ്കിൽ മനോഹരം, ഇല്ലെങ്കിൽ അപകടം. വാട്സാപ്പിലൊക്കെ കാണും, പട്ടിക്ക് തീറ്റ കൊടുക്കണയ്ക്ക് മുമ്പ് പട്ടി പ്രാർത്ഥിക്കുന്നു. എന്നാ വീഡിയോ ഒക്കെയാണ് കാണുന്നത്. ഇഷ്ടപ്പെട്ട ഭക്ഷണം വിളമ്പി വെച്ചിട്ടും പട്ടികളൊക്കെ ഡീസൻ്റ് ആയിട്ടിരിക്കണം. അവസാനം ആ പെണ്ണ് എന്തോ ഒരു ഒച്ച ഉണ്ടാക്കുമ്പോൾ ഒക്കെ കൈകൂപ്പി പിടിക്കണം, എന്നിട്ടാണ് തിന്നണത്. പട്ടിക്ക് പോലും പ്രാർത്ഥിക്കാൻ അറിയാം, പട്ടീനെ പോലും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. പക്ഷെ നമ്മുടെ മക്കൾ പ്രാർത്ഥിക്കില്ല, നമ്മുടെ മക്കൾ കർത്താവിനെ മഹത്വപ്പെടുത്തില്ല. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ഒരു നന്മ കടന്നു വരുമ്പോൾ, ദൈവാനുഗ്രഹം ഉണ്ടാകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തുമാത്രം ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. മോറിയ മലയിലേക്ക് പോകുമ്പോൾ അബ്രാഹത്തോട് കൊച്ചൻ ചോദിച്ച്, അപ്പാ കത്തിയുണ്ട്, വിറകുണ്ട്, തീയുണ്ട്, ബലിയർപ്പിക്കാനുള്ള ആടെവിടിയാ? ഇടിവെട്ട് തന്ത അടിപൊളി മറുപടി പറഞ്ഞ്, മോൻ ധൈര്യമായിട്ട് നടക്ക്, മോളിൽ ചെല്ലുമ്പോൾ ദൈവം തരും. മുകളിൽ ചെല്ലുമ്പോൾ ദൈവം തരും. തൻ്റെ ജീവിതത്തിൻ്റെ, തൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൻ്റെ നിർണായകമായ നിമിഷത്തിൽ ദൈവം കൂടെ ഉണ്ടാകും എന്നൊരു ഉറപ്പ് ആ അപ്പനുണ്ടായിരുന്നു. ആ ഉറപ്പാണ് ആ അപ്പൻ തൻ്റെ കുഞ്ഞിലേക്ക് പകർന്നു കൊടുക്കുന്നത്. ഇതാണ് പ്രിയപ്പെട്ടവരെ നല്ല അപ്പൻ്റെ ലക്ഷണം, ഇതാണ് നല്ല അമ്മയുടെ ലക്ഷണം. നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് ദൈവകൃപ സന്നിവേശിപ്പിക്കാൻ ദൈവമുള്ള കുടുംബമാണ് നമ്മുടെ കുടുംബമെന്ന് കൂടെ കൂടെ നമ്മുടെ മക്കളെ ബോധ്യപ്പെടുത്തത്തക്കവണ്ണം നമ്മുടെ കുടുംബങ്ങളെ നമ്മൾ ക്രമീകരിക്കണം, ക്രമപ്പെടുത്തണം. ഇത് വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട കാര്യമാണ്. എല്ലാം ഉണ്ട് വീട്ടിൽ. പ്രാർത്ഥന എത്തിക്കുന്ന സമയത്ത് വെടികൊണ്ട വെരികിൻ്റെ പോലെ ഓടി നടക്കണ പിള്ളേരെ കണ്ടിട്ടില്ലേ? പള്ളിയിൽ ബലിയർപ്പണത്തിന് വന്ന പള്ളിയകത്ത് കിടന്ന് സകല കോലാഹലങ്ങൾ ഉണ്ടാക്കണ മക്കളെ കണ്ടിട്ടില്ലേ? ഈ കുഞ്ഞുങ്ങൾ അച്ഛനെ സംബന്ധിച്ചിടത്തോളം 101% ഉറപ്പാണ് വീട്ടിലെ കുടുംബ പ്രാർത്ഥനയുടെ നേരത്ത് ഓടി നടക്കണം. ഈ കുഞ്ഞുങ്ങൾ വീട്ടിൽ ഒരിക്കലും പ്രാർത്ഥിക്കണില്ല. അപ്പൻ പ്രാർത്ഥിക്കുന്നത് ഗൗരവത്തോടെ ഈ കുഞ്ഞുങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ആ ഗൗരവം അവർക്കൊരിക്കലും മനസ്സിലായിട്ടുമില്ല. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കുടുംബങ്ങളെ ദൈവം മഹത്വപ്പെടുത്തും. കർത്താവിനെ മഹത്വപ്പെടുത്താത്തിടത്തു നിന്ന് കർത്താവിൻ്റെ മഹത്വം പടിയിറങ്ങിപ്പോകും. അതുകൊണ്ട് ജാഗ്രത. ക്രിസ്മസ് കാലം ഓർമ്മപ്പെടുത്തും. കുടുംബത്തിൽ പ്രഥമത നാം പ്രതിഷ്ഠിക്കേണ്ടതും അവിടെ കുടിയിരുത്തേണ്ടതും നമ്മുടെ കർത്താവിനെയാണ് എന്നുള്ള സത്യം. വളരെ പ്രായോഗികമായി ഒരു കൊച്ചു കാര്യം കൂടി പറയാനുള്ള നേരെ ഉള്ളൂ അച്ഛന്. നസ്രത്തിലെ കുടുംബം നമ്മളോട് പറയും, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അവരെ സ്നേഹത്തോടുകൂടെ ചേർത്തു പിടിക്കുക എന്നുള്ളത് ബത്ലഹേമിലെ കാലിത്തൊഴുത്ത് നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു സുന്ദരമായ പാഠമാണ്. നമുക്ക് ദൈവം തന്ന പ്രിയപ്പെട്ടവരെ അവരുടെ കുറവുകളിലും പോരായ്മകളിലും ചേർത്ത് പിടിക്കുക. അച്ഛൻ ആദ്യം പറഞ്ഞത് കർത്താവിനെ ചേർത്ത് പിടിക്കണമെന്നാണ്. രണ്ടാമത് അച്ഛന് പറയാനുള്ളത് ദൈവം തന്ന പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കേണ്ട പോലെ ചേർത്ത് പിടിക്കണമെന്നാണ്. വിവാഹം എന്ന് പറയണത് ഞാൻ അങ്ങനെ വായിച്ചിട്ടുണ്ട്, വിശേഷാൽ വഹിക്കുന്ന ഒരു പരിപാടിയാണത്രേ. വിശേഷാൽ വഹിക്കുന്ന ഒരു പ്രക്രിയയുടെ പേരാണ് വിവാഹം. വിവാഹം അത് പിരിച്ചെഴുതുമ്പോൾ അങ്ങനെ ഒരു അർത്ഥഭംഗി അതിന് കിട്ടുമെന്നാണ് പറയണേ. വിശേഷാൽ വഹിക്കുക. വഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൊണ്ടടക്കുക. ഇത് വെറുതെ ഒരു കൊണ്ടടക്കലല്ല, ഒരു വെറൈറ്റി കൊണ്ടടക്കലാണ്. ഔസേപ്പ് മറിയത്തെ കൊണ്ട് നടന്നതുപോലെ, മറിയം ഔസേപ്പിൻ്റെ കൂടെ പാർത്തതുപോലെ, ഇവർ രണ്ടുപേരും കൂടി ഉണ്ണീനെ കൊണ്ട് നടന്ന പോലെ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ കൊണ്ട് നടക്കണം. സക്കറിയ എങ്ങനെയാണ് എലീശായെ കൊണ്ട് നടന്നത്?
അബ്രാഹാം എങ്ങനെയാണ് സാറായെ കൊണ്ടു നടന്നത്? സത്യവേദ പുസ്തകത്തിൽ നമ്മൾ പരിചയപ്പെടുന്ന ഓരോ കുടുംബങ്ങളും എങ്ങനെയാണ് അവരുടെ പ്രിയപ്പെട്ടവരെ കൊണ്ടു നടന്നത്? സുവിശേഷം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന കുടുംബങ്ങളൊന്നും ആനുകാലികമായ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത്ര മാതൃകാപരമെന്ന് പറയാനാവില്ല. പോരായ്മകളും കുറവുകളും വേണ്ടുവോളമുള്ള കുടുംബങ്ങളാണ്. പക്ഷെ മനോഹരമായൊരു ബ്ലെൻഡ് അവരിലുണ്ടായിരുന്നു. നമുക്കറിയാം, മറിയം ഗർഭിണിയാണെന്ന് ഔസേപ്പ് പറഞ്ഞ്, അല്ലെങ്കിൽ അമ്മ ഗർഭിണിയായി അധികം വൈകാണ്ട് അമ്മ യൂദയായിലെ മലമ്പ്രദേശത്തുള്ള പട്ടണത്തിലേക്ക് പോയി. എന്തിനാ പോയത്? എലീശാമേനെ ശുശ്രൂഷിക്കാൻ. 3 മാസം അവിടെ പാർത്തുന്ന പറയണേ. അങ്ങോട്ടും ഇങ്ങോട്ടും തരക്കേടില്ലാത്ത വഴിയുണ്ട്. എൻകറിയും അവിടേക്ക് നല്ല വഴിയുണ്ട്. നസ്രത്തിൽ നിന്ന് നല്ല യാത്രയുണ്ട്. കുറച്ച് ദിവസമൊക്കെ എടുത്തുണ്ടാവും യാത്ര ചെയ്യാൻ. എങ്ങനെ പോയാലും ഒരു 3-4 മാസം കഴിഞ്ഞിട്ടാണ് മറിയം നസ്രത്തിൽ വീണ്ടും വരണത്. അപ്പോഴേക്കും പെണ്ണിന് തരക്കേടില്ലാത്തൊരു വയറൊക്കെ ഉണ്ട്, അല്ലേ? ഉറപ്പായിട്ടുണ്ടാവും. ഈ പെണ്ണിനെ കണ്ടവരൊക്കെ ഔസേപ്പിനോട് ചോദിച്ചിട്ടുണ്ടാവും, ഔസേപ്പേ എന്ത് പ്രശ്നം? പെണ്ണ് പ്രഗ്നൻ്റ് ആണില്ല. ഇയാളെന്തു പറയും? നിങ്ങൾ ഭീകരമായ ഈ അവസ്ഥയൊന്ന് ചിന്തിക്കണത് നല്ലതാണ്. വിവാഹം കഴിക്കാൻ പോകണ പെണ്ണ് പ്രഗ്നൻ്റ് ആണെന്ന് കേൾക്കുകയല്ല, കണ്ണും വെട്ടത്ത് അയാൾ കാണുകയാണ് ഈ കാഴ്ച. അവള് ഗർഭിണിയാണെന്നുള്ള സത്യം. എന്നിട്ടും അയാൾ എങ്ങനെയാണ് മറിയത്തെ ചേർത്ത് പിടിച്ചത്? ഔസേപ്പിനെ കണ്ട് പഠിക്കണം നമ്മൾ. അവിടം കൊണ്ടും തീരണില്ലല്ലോ പ്രിയപ്പെട്ടവരെ പ്രശ്നം. എന്തൊരു കഷ്ടപ്പാടിന്റെ വഴിയാ ഇയാൾ താണ്ടിയത്. ബത്ലഹമിലേക്കുള്ള യാത്ര നിസാര യാത്രയാണ്. അവിടെ പോയി ഒരു വിടുതി അന്വേഷിച്ച് ഇയാൾ എന്തോരം കഷ്ടപ്പെട്ട് അവസാനം കൊച്ചു ജനിച്ചപ്പോ കിടത്താനൊരു സ്ഥലമില്ലാണ്ട് അയാൾ എന്തോരം വേദനിച്ച്. അതൊക്കെ പോട്ടെ, ഈ കൊച്ചൻ വലുതായി ഈജിപ്തിലേക്ക് പരക്കം പാഞ്ഞ് അവിടുന്ന് തിരിച്ച് നസ്രത്തിൽ വന്ന് ഈ കൊച്ചന്റെ കൈമ പിടിച്ച് ഈ തന്ത, ഈ ഔസേപ്പ് എന്ന് പറയണവൻ നസ്രത്തിന്റെ ഊടുവഴിക്കോടെയും പെരുവഴിക്കോടെയും നടക്കുമ്പോ അയാളുടെ നാട്ടുകാരും കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ ചോദിച്ചിട്ടുണ്ടാവും, ഔസേപ്പേ അതീ കൊച്ച് തൻ്റെ ഒരു കട്ടിലല്ല. ഇയാൾ എന്തു പറയും? പൊന്നുപോലെ കൊണ്ടു നടന്നു ഈ മനുഷ്യൻ ഈ കൊച്ചനെ. മറിയം, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് ബൈബിളിൽ പറഞ്ഞേക്കണ പോലെ ഒരു പ്രാവശ്യം ഒന്നും അല്ല പറഞ്ഞേക്കണേ, 1000 വട്ടം അവളത് പറഞ്ഞിട്ടുണ്ട്. മംഗളവാർത്ത കേട്ടപ്പോൾ മാത്രമൊന്നുമല്ല, അതിനുശേഷം എത്ര പ്രാവശ്യം ഓരോ വേദനകളുടെ മുമ്പിൽ നിന്നപ്പോഴും മറിയം പറഞ്ഞിട്ടുണ്ട്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ അവൾ കൊണ്ട് നടന്ന് കർത്താവിനെ തമ്പുരാൻ കൊടുത്ത ജീവിത ദൗത്യത്തെ ഒരു കുറവും വരുത്താണ്ട്. സാറ വന്ധ്യായിരുന്നു. സാറേനെ അബ്രാഹാം കൊണ്ട് നടന്ന്. എലീശ വന്ധ്യായിരുന്നു. അവളെ സക്കറിയ കൊണ്ട് നടന്ന്. നമ്മുടെ വീട്ടിലൊരു നിസ്സാര പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും ഡൈവോഴ്സ്, നിനക്ക് നിന്റെ വഴി, എനിക്ക് എൻ്റെ വഴി, സൗകര്യം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ ജീവിച്ചാൽ മതി. ഇത് പറയണ എത്ര പേരാണ്? ഈ ചെകുത്താനെ കെട്ടിയതായിപ്പോയി കർത്താവേ ജീവിതത്തിൻ്റെ ഗതികേട്. എന്തോരം പെണ്ണ് കാണാൻ പോയതാ, അവസാനം കെട്ടി മുറുക്കിയത് ഈ മൂദേവിയുടെ കഴുത്തിലാണ്. ചെകുത്താൻ എന്തൊക്കെ നമ്മൾ പറയണേ? ദൈവം തന്ന പ്രിയപ്പെട്ടവരെ അവരുടെ കുറവുകളോടുകൂടെ കൊണ്ട് നടക്കുന്നതിൻ്റെ പേരാണ് വിവാഹം. വിശേഷാൽ വഹിക്കുക, ഒരു വെറൈറ്റി കൊണ്ട് നടക്കല്. അച്ഛൻ എളുപ്പവഴിക്ക് ക്രിയ ചെയ്യാം, പെട്ടെന്ന് മനസ്സിലാവാൻ. ചില കെട്ടിയവന്മാരുടെ കൂടെ ജീവിക്കാന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്, നിങ്ങൾക്കറിയാല്ല. ചില ഭർത്താക്കന്മാരെ കൊണ്ടു നടക്കാൻ ഒരു പാടുമില്ല. അവിടെ ഇരിക്കട്ടാ അവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കട്ടാ ഇവിടെ ഇരിക്കും. ചേട്ടൻ മുറി അടിക്കണ ചേട്ടനോട് അങ്ങോട്ട് മാറിയിരുന്നപ്പോൾ എന്തോ കുഴപ്പം, അപ്പം അവിടെ പോയിരിക്കും. ചില ഭർത്താക്കന്മാരങ്ങനെയാ, ഒരു ശല്യത്തിനും ഇല്ല. അങ്ങനെ ചില കെട്ടിയവന്മാരുണ്ട്.
ഈ താറാവാരൻ്റെ പോലെയാണ്. രീ 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 എന്ന് പറഞ്ഞാൽ അങ്ങനെ പൊക്കോളും. വടി ഇങ്ങോട്ട് കാണിച്ചാൽ അങ്ങോട്ട് നടക്കും, ഇങ്ങോട്ട് കാണിച്ചാൽ ഇങ്ങോട്ട് പോകും. ചില കെട്ടിയവന്മാർ ഒരു ശല്യത്തിനും ഇല്ലല്ല. ചേട്ടാ അത് മേടിക്കാലോ, മറ്റേത് മേടിക്കാലോ. അപ്പം ഇന്നാൾ പറഞ്ഞതോ മേടിക്കാലോ. പണ്ടെവിടെയോ പറഞ്ഞ് ഭർത്താക്കന്മാർ കുടുംബസമാധാനത്തിന് അത്യാവശ്യം പഠിച്ചിരിക്കേണ്ട ഒരു വാക്കാണ് വാങ്ങിക്കാലോ. വാങ്ങിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, പക്ഷെ പറയുമ്പോൾ അങ്ങനെ പറയണം. ചേട്ടാ ഫ്രിഡ്ജ് മേടിക്കാലോ, വാഷിംഗ് മെഷീനോ മേടിക്കാലോ. അപ്പം ഇന്നാൾ മിക്സി മേടിക്കുന്ന കാര്യം പറഞ്ഞല്ലോ, വാങ്ങിക്കാലോ, ഇനിയുണ്ടല്ലോ സമയം. ചില ഭർത്താക്കന്മാരങ്ങനെയാ, ഒരു ശല്യത്തിനും ഇല്ല, എന്ത് പറഞ്ഞാലും ചെയ്തു തരും. പണ്ടൊക്കെ വീട്ടിൽ വേസ്റ്റ് തിന്നുകൊണ്ടിരുന്നത് അമ്മയാണ്. ഇവിടെ വീട്ടിലൊക്കെ വേസ്റ്റ് എന്ന് വെച്ചാൽ മീനിൻ്റെ മുള്ളൊക്കെ ചപ്പണത്, പിന്നെ പോർക്കിറച്ചി വെച്ച തൊലിപ്പുറം തിന്നണത് അമ്മയുടെ പണിയായിരുന്നു. ഇപ്പം ചില ചേട്ടന്മാരാണ് ഈ പണി ചെയ്യണത്, ഭർത്താക്കന്മാർ. വേസ്റ്റ് ബോക്സ് ഇപ്പോൾ ചില കെട്ടിയവന്മാരാണ്. അപ്പം ഇത്തിരി ചാറ് ബാക്കിയുണ്ടല്ലോ, ഇതെങ്ങോട്ട് ഒഴിച്ചോ, ഇത്തിരി മണമുണ്ട് കേട്ടാ, സാരമൊന്നുമില്ലടി, അപ്പം നീ ഇങ്ങോട്ട് ഒഴുക്കി. ഇതെവിടെ നിന്ന് കിട്ടിയാവോ ഈ കൃപ? ചില ഭർത്താക്കന്മാരുടെ കൂടെ ജീവിക്കാൻ എന്തൊരു സുഖ, പ്രിയപ്പെട്ടവരെ, ഒരു ശല്യമില്ല. പക്ഷെ വേറെ ചില ഉരുപ്പിടികൾ അങ്ങനെയാണ്, നിങ്ങൾക്കറിയാല്ല. ചില ഭർത്താക്കന്മാരുടെ കൂടെ ജീവിക്കൽ എളുപ്പമാണ്, ഒരു എളുപ്പമല്ലട്ടാ. ഇന്നാളും കൂടി ഒരു ചേച്ചി പറഞ്ഞു, രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കച്ചാ, വൈകുന്നേരം ആവുമ്പോൾ സ്മോൾ അടിച്ച് 4 കാലുമ്പഴ വരണേ. ആ ചേച്ചി പറഞ്ഞു, ചേട്ടനല്ലട്ടാ, ചേട്ടൻ, സ്നേഹം കൊണ്ടാണ്. ചേട്ടൻ കട്ടിലിൻ്റെ താഴെ കിടക്കും, ഞാൻ കട്ടിലിൻ്റെ മുകളിൽ കിടക്കും. അപ്പം തന്നെ ഞാൻ ചോദിച്ചു, അതെന്താ പെങ്ങളെ അങ്ങനെ? എൻ്റെ അച്ഛാ എളിമ കൊണ്ടൊന്നുമല്ല, പിന്നെ മുകളിലേക്ക് കയറാനുള്ള ആവതില്ലാത്തത് കൊണ്ടാണ് താഴെ കിടക്കുന്നത്. എൻ്റെ പൊന്നച്ഛാ, കൂർക്കം വലി 16 കൊല്ലമായി അച്ഛാ ഞാൻ ഉറങ്ങിയിട്ട്. എന്നാ വലിയ എൻ്റെ അച്ഛാ, ഒരൊറ്റ കള്ളൻ ജീവനെ കൊതിയുണ്ടെങ്കിൽ വീട്ടിൽ കയറൂല. ഭീകര ഇവരുടെ വീട്ടിൽ ഇവർ സംഗീതമൊക്കെ പഠിപ്പിക്കുന്നുണ്ടെന്നാണ് തോന്നണേ. സംഗീത പാരമ്പര്യമുള്ള തറവാടാന്ന് പറഞ്ഞ കേട്ടേക്കാണ്. മായാമാളവ ഗൗളിയൊക്കെ പാടുന്നുണ്ട് രാത്രി കിടക്കപ്പായി. എന്തൊരു കൂർക്കം വലിയ എൻ്റെ അച്ഛാ. പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഒരു ചേച്ചി പറഞ്ഞതാ, ആ തലോണി എടുത്ത് മുഖത്ത് വെച്ച് കയറിയിരിക്കാൻ, ദുഷ്ടൻ. ഇതെന്തിനാ അച്ഛ എങ്ങനെ ജീവിക്കണത്? ചില ഭർത്താക്കന്മാരെ കൊണ്ടടക്കൽ ചില്ലറ പണിയാണ്. എന്തുണ്ടാക്കി കൊടുത്താലും നല്ലതാന്ന് പറയില്ല, എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കും, എന്തെങ്കിലും കുറവ് കണ്ടുപിടിക്കും. കുടുംബത്തെക്കുറിച്ച് ഒരു ചിന്തയില്ല. നാട്ടുകാർക്ക് മുഴുവനും തങ്കപ്പെട്ടവൻ, വേണ്ടപ്പെട്ടവൻ. ഇല്ല, സിനിമയിൽ അയാൾ പറഞ്ഞ പോലെ പൊന്നപ്പൻ. പക്ഷെ കുടുംബത്തിന് ഒരു ഉപകാരമില്ല. നാട്ടുകാരുടെ മുഴുവനും കറണ്ട് ബില്ലടയ്ക്കും, ആരുടെ കാര്യങ്ങളും നടത്തി കൊടുക്കും, പള്ളിയിൽ വലിയ സ്ഥാനത്തൊക്കെയാണ്. പക്ഷെ കുടുംബത്തിന്, മക്കൾക്ക് ചില ഭർത്താക്കന്മാരെ കൂടെ ജീവിക്കുക അത്ര എളുപ്പമല്ല. അതിൻ്റെ പേരാണ് വിശേഷാൽ വഹിക്കുക. ഇങ്ങനെയുള്ള ഒരു ഉരുപ്പിടീനെ കൊണ്ട് നടക്കാൻ പറ്റണം. ചില ഭാര്യമാരുടെ കൂടെ ജീവിക്കാൻ എന്തൊരു സുഖമാണ്. നിങ്ങളങ്ങനെ സുഖിച്ചിരിക്കണ്ട. ചില ഭാര്യമാരുടെ കൂടെ ഒരു പ്രശ്നത്തിനും ഇല്ലല്ല. ഇവിടെ പ്രൈസ് ദി ലോർഡ്, അവിടെ പോയിരിക്കടി, ഹല്ലേലൂയ. എന്താടി നിന്റെ മുഖം വീർത്തിരിക്കണത്? യേശുവേ സ്തോത്രം. എന്തൊരു ഭക്തിയും ബഹുമാനമെന്നറിയോ? ചില ഭാര്യമാരങ്ങനെയാണ്, എന്ത് പറഞ്ഞാലും ചെയ്തു തരും. ഇടിക്കാൻ പിടിച്ചാൽ കുനിഞ്ഞു തരും, ഇടി കഴിയുമ്പോൾ മുറിവെണ്ണ വരട്ടി തരും. ചേട്ടൻ്റെ കൈ എങ്ങാനും വേനെടുക്കണ്ട. എന്തൊരു ഡീസൻ്റ് ഭാര്യമാരാണ്. പക്ഷെ വേറെ ചില ഭാര്യമാരുടെ കൂടെ ജീവിക്കൽ എളുപ്പമാണ്. വലിയ പാടുള്ള അനുഭവിക്കണ ഭർത്താക്കന്മാരുണ്ട്, എനിക്കറിയാം. ഒരു രക്ഷയില്ലാന്ന് പറയണേ. ഇന്നാളൊരുത്തൻ ഡൈവോഴ്സും പറഞ്ഞിട്ട് വന്നു, എൻ്റെ അച്ഛ എങ്ങനെയെങ്കിലും അച്ഛനൊന്ന് ശരിയാക്കി തരണം. ഞാനെന്ത് ചെയ്യാൻ? അച്ഛനാണ് അച്ഛ കെട്ടിച്ചത്. അവൻ ഫോട്ടോ കൊണ്ടുവന്നേക്കണേ, കല്യാണത്തിൻ്റെ ഫോട്ടോ. അച്ഛൻ കെട്ടിച്ചാണ്. ഒരു തന്നെ അടുത്ത് വന്നതാണ്. എനിക്കിപ്പോൾ പേടിയാണ് കല്യാണം ആശീർവദിക്കാൻ, ഭയങ്കര ടെൻഷനത്. വിവാഹം ആശീർവദിക്കാൻ ഭയങ്കര ടെൻഷനാണ്. ഒരു 2 മാസം കഴിയുമ്പോൾ ഒരു കോള് വരും, ഫോൺ വരും. അച്ഛൻ ഫ്രീ ആണോ? എന്തേട്ടാ? ഒരു 10 മിനിറ്റ് അച്ഛാ, ഈ അടിവയറ്റിൽ നിന്നൊരു തീ വരും, എന്തോ ബോംബായിട്ടാണ് വരണത്.
നമുക്ക് പണിയാണെങ്കിൽ വരണേ, അച്ഛൻ ഫ്രീ ആണ്, ഒരു 10 മിനിറ്റ് എന്തോ ഗുലുമാല് വീട്ടിലുണ്ടായിട്ട്. ഇപ്പോൾ വരുന്നത് കല്യാണ ഫോട്ടോയും കൊണ്ടാണ്. അച്ഛൻ കെട്ടിച്ചാണ് അച്ഛാ, അച്ഛന് ഉത്തരവാദിത്വമുണ്ട്. നമുക്കിപ്പോൾ ടെൻഷനാണ്. ഒരുത്തൻ്റെ അടുത്ത് വന്നു, അച്ഛൻ എന്തൊക്കെ പ്രസംഗമാണ് അച്ഛാ പറഞ്ഞേ? ഞാൻ ദുഷ്യന്തൻ, അവൾ ശാകുന്തള. സത്യം പറഞ്ഞ് എനിക്ക് അന്ന് ആദ്യം അവൻ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നില്ല. പിന്നെ അവൻ പറഞ്ഞു വന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. ഞാൻ പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. നല്ല മാച്ചായിരുന്നു രണ്ടെണ്ണവും. ഞാൻ പറഞ്ഞു കണ്ടിട്ട് ശാകുന്തളാണ് ഓർമ്മ വരണേന്നൊക്കെ ഞാൻ പറഞ്ഞു. ഈ ജോസ് വന്നിരുന്ന് അർമാദിച്ച് എൻ്റെ മുമ്പിൽ, അച്ഛൻ അന്ന് എന്തൊക്കെ പറഞ്ഞു കൂട്ടി എൻ്റെ അച്ഛ. ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല ജോസേ, ഞാൻ തേന്മാവ്, അവൾ മുല്ലവള്ളി, മുല്ലവള്ളി തേന്മാവുമ്മ പടർന്നു കയറട്ടെ. അച്ഛൻ എന്തൊക്കെ ആശംസ. ഞാൻ ചോദിച്ചു ഇപ്പം എന്താ പ്രശ്നം ഉണ്ടായ ജോസേ? ജോസ് പറഞ്ഞു മുല്ലവള്ളി വല്ലാണ്ട് അങ്ങോട്ട് പടർന്ന് കയറി അച്ഛാ. എനിക്കിപ്പോൾ എന്താ വേണ്ടേ? ഒന്നും വേണ്ട അച്ഛാ, എങ്ങനെയെങ്കിലും ഈ വള്ളി ഒന്ന് ഇറക്കി തന്നാൽ മതി. എന്താ നിൻ്റെ പ്രശ്നം? അച്ഛൻ പറഞ്ഞാൽ വിശ്വസിക്കോ? എന്താ അച്ഛൻ വിശ്വസിക്കണം, നീ പറ. അവൾക്ക് കുളിക്കാൻ ഭയങ്കര മടിയാണ് അച്ഛാ. ഞാൻ കിടുങ്ങിപ്പോയി. ജോസനോട് പറഞ്ഞത് നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അവൻ പറഞ്ഞത് അങ്ങനെയാണ്, 3 മാസം കൂടുമ്പോഴേ അവൾ കുളിക്കുള്ളൂ അച്ഛാ. ഇവൾക്ക് വെള്ളം കണ്ട പ്രാന്താണ്. ഞാൻ ബക്കറ്റിൽ വെള്ളം എടുത്ത് വീടിൻ്റെ ചുറ്റിട്ട് ഓടണം. ആദ്യത്തെ ബക്കറ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല അച്ഛാ. 2 നൈറ്റി ഉണ്ട് ഇവൾക്ക്. ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് അവൾ എൻ്റെ പള്ളയ്ക്ക് വന്ന് കിടക്കണതാ എനിക്ക് ഓർമ്മയുള്ളൂ. എൻ്റെ ബോധം പോവച്ചാ. എങ്ങനെ ഇവളെയും കൊണ്ട് ഞാൻ ജീവിക്കുമെന്ന് അച്ഛൻ പറ. ചില ഭാര്യമാരെ കൊണ്ടടക്കാൻ അത്ര എളുപ്പമല്ല. ഇന്നാളെ ഒരുത്തൻ, എറണാകുളത്തുള്ളൊരുത്തൻ, അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ കാര്യം അവൾ എൻ്റെ ബൈക്കിൻ്റെ പുറകിൽ ഇരിപ്പുണ്ട്. അവളുടെ വലത്തേ കൈ എൻ്റെ വയറിൻ്റെ മോളിക്കോടി ഇട്ട് അവൾ പിടിച്ചിട്ടുമുണ്ട്. അത്രയും കേട്ടപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ജോണി, ഇതിൽ കൂടുതലൊരു പുരുഷന് ആനന്ദലബ്ധിക്ക് എന്ത് വേണം? സുന്ദരിയായൊരു ഭാര്യ ബൈക്കിൻ്റെ പുറകിൽ, അവളുടെ വലത്തേ കൈ നിൻ്റെ വയറിൻ്റെ മുകളിൽ. സന്തോഷമല്ല എൻ്റെ ജോണി? അച്ഛന് കൊതിയാവണ്ട, അവൻ എനിക്കിട്ട് താങ്ങി. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു കൊതിയില്ല, നീയായി നിൻ്റെ പാടായി. നിൻ്റെ പ്രശ്നം എന്താണ്? എൻ്റെ അച്ഛാ ഇവള് പുറകിൽ ഇരിപ്പുണ്ടെന്നുള്ളത് ശരിയാ, പിന്നെന്താ കുഴപ്പം? ഇവള് ആരെയൊക്കെ നോക്കണേന്ന് എനിക്കറിഞ്ഞൂടല്ല. അവൻ്റെ പ്രശ്നം അതാണ്. വഴിക്കൂടെ ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ റോഡ് സൈഡിൽ നിൽക്കണവരൊക്കെ ചിരിക്കണുണ്ടെന്ന്, ഇവളെന്തോ കോക്കറി പുറകിലിരുന്ന് കാണിക്കണുണ്ടെന്ന്. അവൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് അങ്ങനെയാണ്, വിശ്വാസം അതല്ലേ എല്ലാം. ഞാൻ അങ്ങനെ ഓടിക്കണം അച്ഛാ. അങ്ങനെ ഓടിക്കണ കുറേ പേരുണ്ട്. ചില ഭാര്യമാരുടെ കൂടെ ജീവിക്കൽ അത്ര എളുപ്പമല്ല. ചില ഭാര്യമാരെ കൊണ്ടു നടക്കൽ അത്ര എളുപ്പമല്ല. അതിൻ്റെ പേരാണ് വിശേഷാൽ വഹിക്കുക. നിനക്ക് ദൈവം തന്ന ജീവിത പങ്കാളി ഹവ്വേനെ ആദത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് തമ്പുരാൻ പറഞ്ഞ് നിനക്ക് തക്ക ഒരു ഇണയെ തരൂന്ന്. ഇപ്പം ഇവിടെ ഇരിക്കണ പലരും ചിന്തിക്കണ്ട, എൻ്റെ പൊന്നച്ച ഇതാവും ഈ തക്ക മുതലെന്ന് എനിക്കറിയാൻ പണ്ടായില്ല. വല്ലാത്ത ചതിയായിപ്പോയി, വലിയ പ്രശ്നം അത്. പക്ഷെ കർത്താവ് നമ്മളോട് പറയണെന്താ? നിന്റെ ജീവിത പങ്കാളിയുടെ കുറവുകൾ, നിന്റെ ജീവിത പങ്കാളിയുടെ പോരായ്മകൾ, നിന്റെ മക്കളുടെ കുറവുകൾ, ഇതൊക്കെ അറിഞ്ഞ് അവരെ കൊണ്ടു നടക്കണം. ചില കാരണവന്മാരുടെ കൂടെ ജീവിക്കൽ എളുപ്പമാണ്. പലരും ചാടി പറയും വലിയ ബുദ്ധിമുട്ടാണ് അച്ഛാ. ചില കാരണവന്മാർ ചിലറ്റങ്ങളുടെ കൂടെ ഒരു പ്രശ്നമില്ല. ചില അപ്പനെയും അമ്മേനെയും 80, 85, 90 ആയാലും ഒരു കുഴപ്പമില്ല. ഒന്ന് കുളിപ്പിച്ച് പൗഡർ ഇട്ട് ഫേഷ്യൽ ചെയ്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇരുത്തിയാൽ അവിടെ ഇരുന്നോളും. എന്തുണ്ടാക്കി കൊടുത്താലും തിന്നോളും. ഒരു ശല്യത്തിനുമില്ല. പരദൂഷണം പറയാൻ അറിയാൻ പാടില്ല. ആ പ്രായമൊക്കെ കഴിഞ്ഞ് ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലും പ്രാർത്ഥിച്ച് അവിടെ ഇരിക്കും. ചില അപ്പച്ചനെയും അമ്മച്ചനെയും കൊണ്ടു നടക്കൽ എന്തൊരു എളുപ്പമാണ്. പക്ഷെ വേറെ ചിലറ്റങ്ങൾ ചില്ലറ പണിയണ. ചില മുതിർന്ന കാരണവന്മാരുടെ കൂടെ ജീവിക്കൽ അത്ര എളുപ്പമല്ല. ഭയങ്കര പ്രശ്നമുള്ള കുടുംബങ്ങൾ എനിക്കറിയാം. ചില അമ്മച്ചിമാർ അപ്പച്ചന്മാരൊക്കെ കാണിക്കണ ലോക തരികട വികൃതികൾ ചില കുടുംബങ്ങളിൽ വലിയ സമാധാനം ഉണ്ടാക്കുന്നുണ്ട്. ചില മാതാപിതാക്കളെ കൊണ്ട് നടക്കൽ വളരെ എളുപ്പമാണ്, മറ്റു ചിലരെ കൊണ്ട് നടക്കൽ ബുദ്ധിമുട്ടാ. അതിൻ്റെ പേരാണ് വിശേഷാൽ വഹിക്കുക. കർത്താവ് തന്നവരെ നമ്മൾ കൊണ്ട് നടക്കണം.
അതാണ് ഔസേപ്പ് നമ്മളെ പഠിപ്പിക്കുന്നത്, മറിയം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കുറവുകളുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് പോരായ്മകളുണ്ട്. സ്നേഹമുള്ളവരെ, അവരെ കൊണ്ട് നടക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ തിരുമനസ് നിറവേറ്റണം. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നല്ല പറയേണ്ടത്, പുകഞ്ഞ കൊള്ളി അകത്ത് എന്നാണ് പറയേണ്ടത്. പണ്ടൊക്കെ പറയാറ് പുകഞ്ഞ കൊള്ളി പുറത്തുനിന്നാ, പുകഞ്ഞ കൊള്ളി പുറത്തുനിന്നാ പറയാറ്. നമ്മുടെ കുടുംബത്തിന് പറ്റാത്തവർ, നമ്മുടെ ജീവിതത്തിന് ചേരാത്തവർ, നമുക്ക് മാനസികമായി ഉൾക്കൊള്ളാൻ പറ്റാത്തവരൊക്കെ നമ്മളിങ്ങനെ പടി അടച്ച് പിണ്ടം വയ്ക്കും. നമ്മളെല്ലാവരും പുറത്ത് കളയും. പുകഞ്ഞ കൊള്ളി പുറത്ത്. വീട്ടിൽ അമ്മയ്ക്ക് 2 അടുപ്പാ. ഒരടുപ്പിൽ അമ്മ ചാരമൊക്കെ വാരിക്കൂട്ടും, മറ്റേ അടുപ്പിൽ അമ്മ തീ കത്തിക്കും. പണ്ടത്തെ അമ്മമാർക്കറിയാം. കാലത്ത് എഴുന്നേറ്റ് ഈ അടുപ്പൊക്കെ വൃത്തിയാക്കി അതിനകത്ത് ഈ വിറകൊക്കെ വെച്ച് ഇത്തിരി ചകിരിയോ ഒരുതിരി മണ്ണെണ്ണയോ ഒക്കെ ഒഴിച്ച് തീ കൊടുത്ത്, എന്താ പറയുക, കഞ്ഞിക്കുള്ള വെള്ളം കയറ്റി അടപ്പത്ത് വെച്ച് അമ്മ മുറ്റടിക്കാൻ പോകും. മുറ്റടിച്ച് വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താ? അടക്കള നിറച്ച് പുകയാണ്. സംഗതി എന്താണെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് മനസ്സിലാവും. ഒരു കൊള്ളി, ഒരു വിറക് നേരെ ചൊവ്വേ കത്തണില്ല, അതിൻ്റെ പുകയാണ് ഈ കാണുന്നത്. അമ്മ എന്ത് ചെയ്യും? ആ വിറക് ഭദ്രമായിട്ട് പുറത്തേക്ക് എടുക്കും. ഒരു പണിയില്ലട്ടാ. ആ വിറക് ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്ത് അപ്പുറത്ത് ഈ ചാരം നിറച്ച് വെച്ചിട്ടുണ്ടല്ലോ അടുപ്പിൽ, ഒരൊറ്റ കുത്ത് 2 തിരി. ആമേൻ ഈശോ. ആ വിറക് കൊള്ളി കെട്ടുപോകും. ഇത് സ്ഥിരം പരിപാടിയാണ് അമ്മയുടെ. അങ്ങനെയാണ് ആ ഫ്രേസ് ഉണ്ടായത്, പുകഞ്ഞ കൊള്ളി പുറത്ത്. കർത്താവ് പറയണത് അങ്ങനെയല്ല, പുകഞ്ഞ കൊള്ളി അകത്ത്. കത്തിക്കൊണ്ടിരിക്കണ മറ്റ് വിറക് കഷ്ണങ്ങളൊക്കെ ഒന്ന് അകത്തി വെച്ച് ഈ പുകഞ്ഞുകൊണ്ടിരിക്കണ വിറകിനെ ഒന്ന് നടുവിലേക്ക് കയറ്റി വെച്ച് പറ്റണമെങ്കിൽ 2 എണ്ണത്തിനെ എടുത്ത് അതിനോട് ചേർത്ത് വെച്ച് ഈ സ്നേഹത്തിൻ്റെ കാറ്റ് പറ്റാവുന്നിടത്തോളം ശ്വാസകോശത്തിൽ വലിച്ചു കയറ്റി നേരെ ചൊവ്വെ ഊതി കൊടുത്താൽ ഏത് കത്താത്ത വിറകും കത്തും. കുടുംബത്തിൽ സംഭവിക്കേണ്ടത് അതാണ്. ശാസിക്കണ്ടെന്നോ ശിക്ഷിക്കണ്ടെന്നോ തിരുത്തണ്ടെന്നോ അല്ല പറയണത്. നേരെ മറിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരെ കുറ്റം വിധിക്കാൻ നിൽക്കാതെ, അവരുടെ കുറവുകളും പോരായ്മകളും മാത്രം വർണ്ണിച്ചുകൊണ്ടിരിക്കാതെ, കർത്താവ് തന്നവരെ ചേർത്ത് പിടിക്കാനുള്ളൊരു മനോഭാവം നമ്മുടെ ഉള്ളിലുണ്ടായാൽ കുടുംബത്തിൽ കുറേ കൂടി സമാധാനം ഉണ്ടാവും. നമ്മുടെ പ്രിയപ്പെട്ടവർ പലപ്പോഴും വീണ്ടെടുക്കപ്പെടും. സ്ഥിരം വീട്ടിൽ കേൾക്കണൊരു വാക്കാണ്, അങ്ങനെ തന്നെ വേണം. അറിയാറില്ലേ? അങ്ങനെ തന്നെ വേണം. എന്തെങ്കിലും ഒരു ആപത്തുണ്ടായ, എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയ, എന്തിന് പരീക്ഷയ്ക്ക് ഒരു 5 മാർക്ക് കുറഞ്ഞ, എങ്ങാനും ലോൺ എടുത്തത് അടയ്ക്കാൻ പറ്റാണ്ട് വന്ന, എന്തെങ്കിലും ശാരീരികമായൊരു രോഗം വന്ന ഉടനെ പറയുന്ന ഡയലോഗാണ് അങ്ങനെ തന്നെ വേണം. എത്ര വട്ടം പറഞ്ഞിട്ടുണ്ടാ? അന്നന്ന് എടുക്കണത് അന്നന്ന് ഒടുക്കി. കേട്ടിട്ടില്ലേ മക്കളത്? സ്ഥിരം പറയുന്ന ഡയലോഗാ അമ്മ. ഞാനും കേട്ടിട്ടുണ്ടത്. എനിക്ക് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കണക്കിന് ഞാൻ പൊട്ടി. അന്നാണ് ഇത് ആദ്യമായിട്ട് കേട്ട എൻ്റെ ഓർമ്മയിൽ. അടുക്കള വശത്ത് കൂടെയാണ് കയറിയത്. ഈ സാധനത്തിൽ അപ്പൻ്റെ ഒപ്പിടണല്ല. പണ്ടത്തെ ഇന്നത്തെ പോലെയല്ല. ഇന്ന് എന്തിട്ടാണ് വേറെ ഏതാണ്ട് പരിപാടിയാണ്. അന്ന് പിറ്റേ ദിവസം ടീച്ചർക്ക് ഈ കടലാസിൽ ഒപ്പിടിച്ച് കൊണ്ടുപോയി ദക്ഷിണ വയ്ക്കണം. എന്തിനാ ഇവർ ഈ ആദ്യത്തെ സ്കൂൾ തുറക്കണം അന്ന് തന്നെ ഈ കടലാസ് കൊണ്ടുവരണേന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. 2 ദിവസം കഴിഞ്ഞ് കിട്ടിയാലും നമുക്ക് ഒരു കുഴപ്പമില്ല, നമുക്കത് കിട്ടിയിട്ട് ഒരു അത്യാവശ്യമില്ല. പക്ഷെ ടീച്ചർ അത് ആദ്യത്തെ ദിവസം തന്നെ കൊണ്ടുവരും. ഒരു ചാക്കേരുടെ ഒക്കെ ഇട്ട് ഇതിങ്ങനെ തിരുമ്മി. എന്തോരം ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നറിയോ? കർത്താവേ, ടീച്ചറെ പാമ്പ് പിടിക്കണേ, ഇന്ന് വരരുത്. ചിലപ്പോഴൊക്കെ ദൈവം പ്രാർത്ഥന കേൾക്കാറുമുണ്ട്. ഈ പിള്ളേരുടെ പ്രാർത്ഥന ദൈവം കേൾക്കാണ്ടിരിക്കില്ലല്ലോ. ടീച്ചർമാർ സൂക്ഷിച്ചോ. ഈ സാധനം കൊണ്ടുവരും. നമുക്കിത് ടീച്ചറാണെങ്കിൽ വിളിച്ച് നാണം കെടുത്തും, നമ്മളെ നാണം കെടുത്തും. പെൺപിള്ളേരൊക്കെ ഉള്ള ക്ലാസ്സല്ലേ, നമ്മളാണെങ്കിൽ ലൈനൊക്കെ അടിച്ച് തുടങ്ങണ സമയവും പിള്ളേരുടെ മുമ്പിൽ വെച്ച് നമ്മുടെ തൊലി ഉരിയും. ഈ ക്ലാസ്സൊക്കെ പൊക്കി പിടിച്ച് ആ കണ്ടമാനുണ്ടല്ലോ എൻ്റെ കുട്ടന്. എന്തൊരു സ്നേഹ ടീച്ചർക്ക്. ഈ കുന്ത്രാണ്ടത്തിൽ ഒപ്പിടണ കാര്യം ഓർക്കുമ്പോൾ നെഞ്ചിടിക്കും. ഭയങ്കര ടെൻഷനാണ്. വീട്ടിൽ വന്ന് അപ്പൻ്റെ ഒപ്പാണെങ്കിൽ ഒരു വൃത്തികെട്ട ഒപ്പാണ്. കുരു. ഞാൻ പലവട്ടം എൻ്റെ അപ്പനോട് പറഞ്ഞിട്ടുണ്ട്, അപ്പ ഒരു സ്റ്റാൻഡേർഡ് ഒപ്പിട്ട് അപ്പം പഠിക്കും. എൻ്റെ കൂട്ടുകാരൻ ദിനേശൻ്റെ അപ്പൻ്റെ ഒപ്പ് എന്തൊരു ഭംഗിയുള്ള ഒപ്പാന്നറിയൂ. ദിനേശനാണ് കാര്യം. അവൻ്റെ അപ്പൻ അവൻ ഹിന്ദുവാണ്. നല്ല ഒപ്പ് ക്രിസ്ത്യാനിറ്റിയാണ്. ഇങ്ങനെ ഒരു കുരിശ് വരച്ചിട്ട് ഒരു വട്ടം വരയ്ക്കും അവൻ്റെ അപ്പൻ. കാണാനും ഒരു ഐശ്വര്യമാണ്. ഞാൻ പലവട്ടം അപ്പനോട് പറഞ്ഞു, അപ്പം അങ്ങനെ ഒരു ഒപ്പ് അപ്പനിട്, നമുക്ക് വല്ലപ്പോഴും ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്.
ഈ കടലാസും കൊണ്ട് ആൻസർ പേപ്പറും കൊണ്ട് വീട്ടിൽ വന്ന് അടുക്കള വശത്ത് കൂടെയാണ് കയറും. ആൻസർ പേപ്പർ കിട്ടണമെന്ന് ആരും, ഒരു ധൈര്യമുള്ള മക്കളും വീടിൻ്റെ ഉമ്മറത്ത് കൂടെ കയറാറില്ല. മിക്കവാറും എല്ലാവരും അടുക്കള ഭാഗത്ത് കൂടെ കയറുക. കാരണം കരുണയുടെ വാതിൽ അടുക്കള വശത്താണ്, അമ്മ അടുക്കളയിലാണ്. ഞാൻ അടുക്കളയിൽ കയറിയപ്പോൾ അമ്മ സിംഹാസനത്തിലിരിക്കുകയാണ്. സിംഹാസനം മനസ്സിലായോ? ഈ തേങ്ങ ചേരണ്ടാണ് ഒരു യന്ത്രം കണ്ടിട്ടില്ലേ? അതുമ്മ അപാരിരിപ്പാണ് അമ്മയുടെ കേട്ടാ. അമ്മ ഭയങ്കര സ്റ്റൈലിൽ ചരണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെന്ന് മുട്ടുകുത്തി താണ് വീണ്. പൂജരാജാക്കന്മാർ പുൽക്കൂട്ടിൽ നിൽക്കണ പോലെയാണ് ഞാൻ നിൽക്കണേ, മാതാവ് നിൽക്കണ പോലെ ഞാൻ. എൻ്റെ നിപ്പ് കണ്ടപ്പോൾ, മുട്ടുകുത്തിൽ കണ്ടപ്പോൾ അമ്മ ചോദിച്ചു, എന്താ എൻ്റെ മൂത്ത മോന് പതിവില്ലാത്ത ഒരു എളിമ? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല അമ്മേ, ഒന്നുമില്ലാണ്ട് എൻ്റെ അമ്മ മുട്ടുകുത്തില്ല. എന്താ പ്രശ്നം? അമ്മയെ കണക്കിൻ്റെ മാർക്ക് കിട്ടി. എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞ, അമ്മ ഇത്തിരി കുറവുണ്ട്. ഇത്തിരിയേ കുറവുള്ളൂ? അല്ല പിന്നെ ഒത്തിരി കുറവുണ്ട് അമ്മേ. എത്ര കിട്ടിയെന്ന് പറയാം എൻ്റെ മോൻ? ഞാൻ പറഞ്ഞ, അമ്മേ 7. എൻ്റെ മോൻ പൊട്ടി. ഞാൻ പറഞ്ഞു, പൊട്ടി അമ്മേ. അടുത്ത വാക്കണം അമ്മയുടെ, അങ്ങനെ തന്നെ വേണം. അന്ന് എൻ്റെ മനസ്സിലതാണ് ആദ്യത്തെ അങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെ വേണം. ഞാൻ ദാരുണമായിട്ട് അമ്മയുടെ മുഖത്തേക്ക് നോക്കി, എന്ത് ക്രൂരായ വാക്കമ്മ ഈ പറയണേ, ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടുണ്ട് അമ്മോട്? എത്ര വട്ടം നിന്നോട് പറഞ്ഞണ്ടാ, അന്നന്ന് എടുക്കണത് അന്നന്ന് ഒടുക്കി, അന്നന്ന് എടുക്കണത് അന്നന്ന് ഒടുക്കി. അന്ന് അമ്മയുടെ വർത്താനം കേട്ടാൽ തോന്നും അമ്മ അന്നന്ന് എടുക്കണത് അന്നന്ന് പഠിച്ചേ. ഇതിപ്പം ചിരണ്ടാനുള്ള PhD ആയിട്ടിരിക്കണേ. എന്തൊരു നല്ല പഠിപ്പിച്ചിട്ടാന്നറിയാമോ? എന്ത് വലിയ വയല താങ്ങണേ. എത്ര വട്ടം പറഞ്ഞിട്ടുണ്ടാ, അന്നന്ന് എടുക്കണത് അന്നന്ന് ഒടുക്കി. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിലൊരു കുറവുണ്ടായി അപ്പ പറയണ വാക്ക അങ്ങനെ തന്നെ വേണം. എന്ത് പ്രശ്നം പ്രയാസം കണ്ടാലും പറയും അങ്ങനെ തന്നെ വേണം. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ വാക്കിനി പറയരുതിട്ടാ. കുടുംബത്തിലുള്ളവരോട് ഒരു ജോലി കിട്ടണില്ല, അപ്പം പറയും അങ്ങനെ തന്നെ വേണം. ഇത്രവട്ടം പറഞ്ഞ് പഠിക്കണ കാലത്ത് പഠിക്കാൻ, അവിടെ അപ്ലിക്കേഷൻ കൊടുക്കാൻ, ഇവിടെ അപ്ലിക്കേഷൻ കൊടുക്കാൻ. കല്യാണം നടക്കണില്ല, അങ്ങനെ തന്നെ വേണം. നല്ല എത്ര കേസുകൾ വന്നതെന്നറിയാമോ? അപ്പം ഐശ്വര്യ റായി വേണം, സുസ്മിത സെൻ വേണം. ഇപ്പം സമാധാനമില്ലേ? അങ്ങനെ തന്നെ വേണം. ഒരു കടം എടുത്ത് ഒരു വീട് പണിത് ലോൺ എടുത്തത് അടയ്ക്കാൻ പറ്റിയില്ല, ആകെ പ്രശ്നമായി. അപ്പോഴും പറയും ആവശ്യമില്ലാണ്ട് എന്തിനാ ബാക്കിയുള്ളവർ കാണിക്കാനായിട്ട് കാണിക്കാൻ പോയത്? അങ്ങനെ തന്നെ വേണം. നമ്മുടെ പ്രിയപ്പെട്ടവരോട് പറയേണ്ടത് അങ്ങനെ തന്നെ വേണമെന്നല്ല, അങ്ങനെ തന്നെ വേണ്ടെന്നാണ്. അതാണ് വിശേഷാൽ വഹിക്കുന്നവർ പറയേണ്ട വാക്ക്. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കുറവ് വന്ന്, ഒരു പോരായ്മ വന്ന്, ഒരു കറി ഉണ്ടാക്കിയപ്പോൾ ഇത്തിരി ഉപ്പ് കൂടിപ്പോയി, അകം വരി അടിച്ചു തുടച്ചപ്പോൾ ഒന്ന് തലകുത്തി വീണ് കാലുളുക്കി, അല്ലെങ്കിൽ വഴിയിൽ വരണ വഴിയിൽ കാല് പൊട്ടി, തട്ടി പൊട്ടി, വന്ന് കയറുമ്പോഴേ തുടങ്ങും അങ്ങനെ തന്നെ വേണം തനിക്ക്. സൂക്ഷിച്ച് നടക്ക്, സൂക്ഷിച്ച് നടക്കുന്നു. എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് തന്നോട്? കെട്ടിയവനെ മെക്കെട്ടുകാരനാണ്. ഇപ്പൊ കാല് തട്ടിപ്പൊട്ടി, ഇപ്പൊ സമാധാനമായില്ലേ? അങ്ങനെ തന്നെ വേണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് തന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ പൊന്നുപോലെ കൊണ്ടു നടക്കാൻ, അവരുടെ കുറ്റങ്ങളിലും അവരുടെ പോരായ്മകളിലും അവരോട് സഹതപിക്കാൻ, കർത്താവ് നമ്മോട് കാണിക്കുന്ന കാരുണ്യം നമ്മുടെ പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കാൻ, അതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ തമ്പുരാനോട് പ്രാർത്ഥിക്കണം. അച്ഛൻ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഒന്നാമത് പറഞ്ഞത് കുടുംബത്തിലുള്ള കർത്താവിനെ മഹത്വപ്പെടുത്തണം, കുടുംബത്തിലുള്ള കർത്താവിനെ കണ്ടെത്തണം. ക്രിസ്മസ് നമ്മളോട് പറയണ ആദ്യത്തെ കാര്യം അതാണ്. കുടുംബം ദൈവം തന്നതാണ്. ദൈവമാണ് കുടുംബത്തിൻ്റെ ഉടമസ്ഥൻ. നമ്മുടെ വീട്ടിൽ നമ്മുടെ കർത്താവുണ്ട്. നമ്മുടെ കുടുംബത്തിലെ 99% പ്രശ്ന പ്രയാസങ്ങൾക്കും കാരണം നമ്മുടെ കുടുംബത്തിലുള്ള കർത്താവിനെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. അവനെ സന്തോഷിപ്പിക്കാനുള്ളത് നമ്മൾ അനുവർത്തിക്കുന്നില്ല. അവനെ നമ്മുടെ ഭവനങ്ങളിൽ നാം മഹത്വപ്പെടുത്തുന്നില്ല. പ്രാർത്ഥനയൊക്കെ കടത്ത് കഴിക്കണ പരിപാടിയാണ്. നോമ്പൊന്നും ഹൃദയത്തെ സ്പർശിക്കണില്ല. ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും ഭീകരമായി ലംഘിക്കപ്പെടുന്നുണ്ട്.
നിന്റെ ദൈവം നിന്റെ കുടുംബത്തിൽ സന്തോഷത്തോടെയാണോ വസിക്കുന്നതെന്ന് ആലോചിക്കണം. വീട്ടിൽ ചെന്നിട്ട് സൗകര്യം പോലെ കണ്ണടച്ച് ഒറ്റയ്ക്കിരുന്ന് കർത്താവിനോട് ചോദിച്ചു നോക്കണം, എൻ്റെ കർത്താവേ, എൻ്റെ വീട്ടിൽ നീ സന്തോഷമായിട്ടാണോ ഇരിക്കണത്? വീട്ടിലുണ്ടല്ലോ അല്ലേ ഇങ്ങേര്, അതെല്ലാവർക്കും ഉറപ്പുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണത്. കുടുംബം വെഞ്ചിരിച്ചിട്ട് അല്ലെങ്കിൽ കുടുംബം കർത്താവിന് സമർപ്പിച്ചിട്ട് എത്ര കാലമായി? നമ്മുടെ വീട്ടിൽ തമ്പുരാൻ പാർക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? നാളിതുവരെ ഒരു പ്രാവശ്യമെങ്കിലും കർത്താവിനോട് ചോദിച്ചിട്ടുണ്ടോ, എൻ്റെ വീട്ടിൽ നിനക്ക് സുഖാണോന്ന്, എൻ്റെ വീട്ടിൽ നിനക്ക് സന്തോഷമാണോന്ന്? വീട്ടിൽ വന്നു കയറണ സകല ദരിദ്രവാസികളോട് നമ്മൾ ചോദിക്കണ ചോദ്യം അത്, സുഖാണാ? ആരോടാ ചോദിക്കാത്തേ? പോസ്റ്റ്മാൻ വരുമ്പോൾ ചോദിക്കും, ചേട്ടാ സുഖാണാ? കറണ്ട് റീഡിങ് എടുക്കാൻ വരുന്ന ലൈൻമാൻ വരുമ്പോൾ ചോദിക്കും, ചേട്ടാ സുഖാണാ? മെമ്പർ വരുമ്പോൾ ചോദിക്കും, സുഖാണാ? എന്തിനിപ്പോൾ വേസ്റ്റ് എടുക്കാൻ വരുന്ന ചേച്ചിമാർ വരുമ്പോൾ ചോദിക്കും, സുഖാണാ? എന്തിനാ പിച്ചക്കാർ വരുമ്പോൾ വരെ ചോദിക്കും, ചേട്ടാ കുറേ നാളായില്ല കണ്ടിട്ട്, സുഖാണാ? കൊറോണയൊക്കെ വന്നാ? ആരോടെ ചോദിക്കാത്ത? എല്ലാവരോടും ചോദിക്കും, സുഖാണാ? സുഖാണാസ്. നമ്മുടെ വീട്ടിലിരിക്കണ കർത്താവിനോട്, കൂടെയുള്ള തമ്പുരാനോട് ഒരു പ്രാവശ്യമെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, കർത്താവേ നിനക്ക് ഇവിടെ സുഖാണാ? എൻ്റെ വീട്ടിലിരുന്നിട്ട് എങ്ങനെയുണ്ട്? സന്തോഷമായിട്ടാണോ നീ എൻ്റെ വീട്ടിലിരിക്കണത്, അതോ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണോ? എൻ്റെ സ്വഭാവം കണ്ടിട്ട്, എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ കണ്ടിട്ട്, ചില ദിവസങ്ങളിൽ ഇവിടെ നടക്കണ വലിയ വലിയ ശുശ്രൂഷകൾ കണ്ടിട്ട് നിനക്ക് ഓട്ടോറിക്ഷ വിളിച്ച് പോകണമെന്ന് തോന്നാറുണ്ടാ? നീ ഹാപ്പി ആയിട്ടാണോ എൻ്റെ വീട്ടിലിരിക്കണേ? വീട്ടിലുള്ള കർത്താവിനെ മഹത്വപ്പെടുത്തണം, വീട്ടിലുള്ള കർത്താവിന് വില കൊടുക്കണം. കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന കുടുംബങ്ങളെ കർത്താവ് മഹത്വപ്പെടുത്തും. എന്തൊക്കെ പ്രശ്നവും പ്രയാസം ഉണ്ടെങ്കിലും, അതാണ് അച്ഛൻ പറഞ്ഞേ, ബത്ലഹമിലെ കാലിത്തൊഴുത്ത് പോലെ എന്തൊക്കെ കുറവുണ്ടെങ്കിലും കർത്താവ് വീട്ടിലുണ്ടെങ്കിൽ നിന്റെ വീട് സ്വർഗമാണ്. നിന്റെ വീട് ഉറപ്പായിട്ട് സ്വർഗമാണ്. അവൻ വസിക്കുന്ന ഇടത്തിൻ്റെ പേരാണത്. രണ്ടാമത് അച്ഛൻ പറഞ്ഞത്, ദൈവം തന്ന പ്രിയപ്പെട്ടവരെ കൊണ്ട് നടക്കണമെന്നാണ്. അവർക്ക് കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ട്, അവർക്ക് പോരായ്മകളും പല പല ബലഹീനതകളുണ്ട്, ദൗർബല്യങ്ങളുണ്ട്. അവരെ കൊണ്ട് നടക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റണത്. കുടുംബജീവിതക്കാർക്ക് ഗ്രൂപ്പ് വിസയാന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കുടുംബജീവിതക്കാർക്ക് ഗ്രൂപ്പ് വിസയാന്നാണ് അച്ഛൻ കേട്ടേക്കണേ. ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒന്നും സ്വർഗത്തിൽ പോകാൻ പറ്റില്ല, ഒരുമിച്ച് ചെന്നാലാ കർത്താവ് കേട്ടുള്ളൂ. എങ്ങാനും നെഞ്ചുവേദന വന്ന് നീ ആദ്യം ചെന്നാൽ സ്വർഗത്തിൻ്റെ അവിടെ ചെല്ലുമ്പോഴേ പത്രോസ് പറയും, ഇത് അപ്പുറത്തുള്ള കസേരയും ഇരുന്നോ, എല്ലാവരും വന്നിട്ട് ഒരുമിച്ച് കയറാം. അങ്ങനെയാ പറയണേ. ഇടവകയിൽ വികാരിയച്ഛനും ഗ്രൂപ്പ് വിസയാന്ന് കേട്ടേക്കണേ. ഇടവകക്കാരെ മൊത്തം കൊണ്ട് ചെന്നാലാ വികാരിയച്ഛനെ സ്വർഗത്തിൽ കയറ്റുള്ളൂ. ഇവിടെയുള്ള പാവമൊക്കെ ഏത് കാലത്ത് കയറുമെന്നാണ് എൻ്റെ ആകുലത. അത്ര എളുപ്പമല്ല കയറൽ. കുടുംബജീവിതക്കാർക്ക് എല്ലാവർക്കും ഒരുമിച്ചാണ് പോകേണ്ടത്. നമ്മൾ, നിൻ്റെ ജീവിത പങ്കാളി, നിൻ്റെ മക്കൾ, നീ ഒരുമിച്ച് സ്വർഗത്തിൽ ചെല്ലണം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ പ്രിയപ്പെട്ടവരെയും വിശേഷാൽ വഹിച്ച് സ്വർഗത്തിലെത്തിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ ദൈവം നമ്മോട് കരുണ കാണിക്കുന്നത് പോലെ നമുക്ക് തമ്പുരാൻ തന്നവരോട് നമ്മളും കരുണ കാണിക്കണം. വിശേഷാൽ വഹിക്കുക. പുകഞ്ഞ കൊള്ളി പുറത്തല്ല, പുകഞ്ഞ കൊള്ളി അകത്താണ്. ഒരിക്കലും അങ്ങനെ തന്നെ വേണമെന്ന് ആരോടും പറയരുത്. അതെല്ലാവരെയും തളർത്തുന്നൊരു വാക്കാണ്. വളർത്തുന്ന വാക്കേ പറയാവൂ. വിഷമിക്കണ്ട, ഞാനുണ്ട് കൂടെ, പിന്നെ നമ്മുടെ ദൈവവും, എല്ലാം നന്നാവും. ഇത് പറയാനുള്ള കൃപ, ആത്മബലം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് അച്ഛനും പ്രാർത്ഥിക്കണം. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. നമ്മുടെ കുടുംബത്തെ, കർത്താവ് തന്ന പ്രിയപ്പെട്ടവരെ മനസ്സിലേക്ക് ധ്യാനിക്കാം. ദൈവമേ, ഞാൻ ബലഹീനനും പാപിയുമായിരുന്നു. ഒരു കുടുംബത്തിൻ്റെ നാഥനും നാഥയും മകനും മകളുമാകാനുള്ള ഒരർഹതയും യോഗ്യതയും എനിക്കില്ലായിരുന്നു. എൻ്റെ കുറവുകളും പോരായ്മകളും അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു കുടുംബത്തെ നീ എനിക്ക് നൽകിയതിന് നിനക്ക് സ്തോത്രം.
എൻ്റെ കുടുംബത്തിൽ നീ എന്നും ഉണ്ടായിരിക്കണേ. ബെത്ലഹമിലെ കാലിത്തൊഴുത്തിലെന്ന പോലെ, നസ്രത്തിലെ തിരുക്കുടുംബത്തിലെന്ന പോലെ എൻ്റെ ഭവനത്തിലും നീ വസിക്കണേ കർത്താവേ. കനാവിലെ കല്യാണ വീട്ടിലെന്ന പോലെ എൻ്റെ സന്തോഷങ്ങളെ നീ വിശുദ്ധീകരിക്കണേ നിന്റെ സാന്നിധ്യം കൊണ്ട്. എൻ്റെ സങ്കടങ്ങളിൽ നീ എനിക്ക് ആശ്വാസമാകണേ. നീ എൻ്റെ ഭവനത്തിൽ ഒരിക്കലും എനിക്ക് നഷ്ടപ്പെടാത്ത വിരുന്നുകാരനാവണേ. നിന്നെ മഹത്വപ്പെടുത്താൻ ഞാൻ നിശ്ചയിച്ചുറച്ചിരിക്കുന്നു കർത്താവേ. എൻ്റെ കുടുംബ പ്രാർത്ഥനയിലും എൻ്റെ അനുദിന വ്യാപാരങ്ങളിലും നിന്നെ മഹത്വപ്പെടുത്താനുള്ള കൃപ നീ എനിക്ക് നൽകണേ. എൻ്റെ കുടുംബത്തിൽ വസിക്കുന്ന നിനക്കിഷ്ടമില്ലാത്തതൊന്നും എൻ്റെ കുടുംബത്തിൽ സംഭവിക്കാതിരിക്കട്ടെ. എൻ്റെ വാക്കുകളും എൻ്റെ പ്രവൃത്തികളും നിനക്ക് പ്രിയങ്കരങ്ങളാവട്ടെ കർത്താവേ. നീ ഒരിക്കലും എൻ്റെ ഭവനത്തെ വിട്ടു പോകരുതെന്ന് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യരെ പോലെ ഞാനും പ്രാർത്ഥിക്കുന്നു. പകൽ കഴിയാറായി, ഇനി അങ്ങോട്ട് രാത്രിയാണ് തമ്പുരാനെ. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ട്, പലതും ഞാൻ മുൻകൂട്ടി കാണുന്നുണ്ട്. നീ എൻ്റെ കൂടെ വസിക്കണമേ. നീ എനിക്ക് തന്ന പ്രിയപ്പെട്ടവരെ അവരുടെ കുറവുകളോടും പോരായ്മകളോടും കൂടെ കൊണ്ടു നടക്കാനുള്ള അനുഗ്രഹം, ബലം നീ എനിക്ക് തരണേ. എൻ്റെ വാശിയും എൻ്റെ വൈരാഗ്യവും എൻ്റെ എടുത്തുചാട്ടവും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വിധത്തിലുള്ള എൻ്റെ സംസാരവും എൻ്റെ അലസതയും എൻ്റെ അലംഭാവവും എൻ്റെ അഹങ്കാരവും ഒന്നും എൻ്റെ കുടുംബത്തെ ബാധിക്കാനിടവരുത്തരുതേ. എല്ലാത്തിനെയും അതിജീവിക്കാൻ നീ എന്നെ സഹായിക്കണേ. വാശി കൂടാതെ എളിമയോടെ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒത്തുവസിക്കാൻ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ കുറ്റങ്ങളും കുറവുകളും മനസ്സിലാക്കി അവരെ ചേർത്ത് പിടിക്കാൻ, അവരോടുകൂടെ സ്വർഗത്തിൽ വന്ന് നിന്നെ മുഖാമുഖം കണ്ട് ആനന്ദിക്കാൻ അടിയന് കൃപ നൽകണേ. എൻ്റെ കുടുംബത്തിലുള്ളവരുടെ കുറവുകൾ അവരെ അകറ്റിക്കളയാൻ ഇടയാക്കരുതേ. ചേർത്ത് പിടിക്കാനുള്ള ആത്മബലം നൽകണേ. ചെറിയ ചെറിയ കുറവുകളിൽ പെരുപ്പിച്ച് കാണിച്ച് ആരെയും കുറ്റപ്പെടുത്താതിരിക്കാൻ നിന്റെ ആത്മാവിൻ്റെ കൃപ നീ നൽകണമേ. പിതാവേ, നിന്റെ പരിശുദ്ധനായ പുത്രൻ്റെ നാമത്തിൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എല്ലാ മഹത്വവും എന്ന് നിനക്ക് മാത്രമുള്ളത്. പുത്രൻ്റെ നാമത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന കുടുംബത്തിനായുള്ള ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ വന്യപിതാവേ സ്വീകരിക്കുമാറാകണമേ. ആമേൻ.